Good morning. Opening hours with MyFin ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. Good morning, സുരേഷ് സർ. Happy morning, Jasmine. യെസ് സാർ, ഏതായാലും നമുക്ക് ആദ്യം മാർക്കറ്റിൻ്റെ ഒരു അപ്ഡേറ്റിലേക്ക് തന്നെ പോകാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു നെഗറ്റീവ് നോട്ടിലാണ് ട്രേഡ് ചെയ്യുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന ഒരു മുന്നേറ്റം ഇന്ന് നെഗറ്റീവ് നോട്ടിലുള്ള ഒരു സ്റ്റാർട്ടിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ പെർഫോമൻസിലും മികച്ചൊരു മുന്നേറ്റം എല്ലാ സെക്ടറൽ സൂചികകളിലും നമ്മൾ കണ്ടതാണ്. ഇന്നത്തെ ഒരു സെക്ടറൽ ഇൻഡിസസിൻ്റെ പെർഫോമൻസിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ മിനിറ്റിൽ ഒരു മിക്സഡ് ആയിട്ടുള്ള വ്യൂ ആണ് കാണാൻ സാധിക്കുന്നത്. മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ ഓപ്പണിംഗ് അവറിൻ്റെ ഒരു ക്ലോസിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞു വെച്ച ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ്. എസ്പെഷ്യലി അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് റെയർ എർത്ത് മാഗ്നറ്റിൻ്റെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും ഒക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേറ്റ്സ് പുനഃപരിശോധിക്കാനായിട്ട് ചൈന തയ്യാറായിരിക്കുന്നു എന്നാണ് വിദേശകാര്യമന്ത്രി വാങ്ങിയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നത്. 2 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനെത്തിയ വാങ്ങി നമ്മുടെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ഈ ഒരു അപ്ഡേറ്റ് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രംപ്, താരിഫ്, US തുടങ്ങിയ പ്രധാനപ്പെട്ട സമ്മർദ്ദങ്ങളൊക്കെ തന്നെ ഒരു വഴിക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ഒരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. എസ്പെഷ്യലി ചൈനയെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോർഡർ ട്രേഡ്, അതോടൊപ്പം തന്നെ നേരിട്ടുള്ള ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകളൊക്കെ തന്നെ പുനരാരംഭിക്കാനുള്ള ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നു. ഈ ഒരു അപ്ഡേറ്റ്സിനെ, പ്രത്യേകിച്ച് ഇന്ത്യ കൈക്കൊള്ളുന്ന കൃത്യമായിട്ടുള്ള ഒരു നിലപാടിനെയാണ്, മറ്റ് പ്രധാനപ്പെട്ട നേഷൻസുമായിട്ടുള്ള ഒരു നിലപാടിനെയാണ് ഇന്ത്യയുടെ ഈ ഒരു പ്രധാനപ്പെട്ട ഒരു മൂവ്മെന്റ് സൂചിപ്പിക്കുന്നത്. ഈ റിലേഷൻഷിപ്പിനെ സാർ ഏത് ആംഗിളിലാണ് കാണുന്നത്? ജാസ്മിൻ, വെരി ഗുഡ് മോർണിംഗ്. ജാസ്മിൻ, ആക്ച്വലി ഇന്ത്യ ചൈന ആ ഒരു റിലേഷൻഷിപ്പില്ലേ, അല്ലെങ്കിൽ ആ മഞ്ഞുരുകുന്ന ആ ഒരു രീതിയിൽ, അതായത് വളരെ ടെൻസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഈസ് ആവുന്നതിൻ്റെ പല കാരണങ്ങളും നമ്മളിപ്പോൾ കണ്ടു തുടങ്ങിയെന്നല്ല. അതായത് അവിടുത്തെ ഫോറിൻ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് വരുന്നു, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഈ മാസം അവസാനമാകുമ്പോഴത്തേക്കും SCO സമ്മിറ്റിന് വേണ്ടി അങ്ങോട്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ വ്ളാഡിമിർ പുടിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ്, വ്ളാഡിമിർ പുടിൻ അതായത് റഷ്യയിൽ നിന്ന് ഓയിൽ മേടിക്കുന്നത് കാരണം ഇന്ത്യക്ക് ഏതാണ്ട് ഒരു സാങ്ഷൻ വച്ചത് കാരണം റഷ്യയുടെ കണ്ണിൽ ഇന്ത്യക്കുള്ള ഒരു സിമ്പതി, റഷ്യക്ക് ചൈനയോടുള്ള റിലേഷൻഷിപ്പ്, അതായത് ഇന്ത്യയുടെ ആ ഗ്ലോബൽ ഇക്വേഷൻസിന് ഒരു ചേഞ്ച് വരുന്നുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല, വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഞാൻ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ശരിക്കും പറഞ്ഞാൽ ഈ ലേറ്റർ ഹാഫ് ഓഫ് ദ പ്രോഗ്രാമിൽ ഞാൻ പറഞ്ഞു പോകാം എന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിന് കുറച്ചുകൂടി ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതായത് ഫോറിൻ റിലേഷൻസിൽ മാത്രമല്ല, ഇന്ത്യയുടെ ഗ്ലോബൽ ട്രേഡിൽ മാത്രമല്ല, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചും വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ് ഇത് എന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നുന്നത്. മേ ബി ഐ ആം ടു ഏർലി ടു കമൻറ്റ്, ബട്ട് ഈവൻ ദെൻ ഐ ആം സ്റ്റിക്കിംഗ് മൈ നെക്ക് ഔട്ട് ആൻഡ് എനിക്ക് ഒരു കാഴ്ചപ്പാട് ഞാൻ ആക്ച്വലി പ്രേക്ഷകരുടെ മുന്നിലേക്ക് വെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം. അപ്പം ഞാൻ അതിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് നമുക്ക് വളരെ നോർമലായിട്ട് തന്നെ നമുക്ക് മാർക്കറ്റിലേക്ക്, US മാർക്കറ്റ് അല്ലെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ഹാൻഡ് ഓവർ വഴി നമുക്ക് മുന്നോട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഗ്ലോബൽ എക്കണോമി തന്നെ ഉറ്റുനോക്കുന്ന വലിയ 2 ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് ഈ റഷ്യയും യുക്രൈനും തമ്മിലുള്ള പീസ് ടോക്സും അതിനെ ചുറ്റിപ്പറ്റിയുള്ള സീസ് ഫയറും എങ്ങനെയാണ് പുരോഗമിക്കുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് ഒരു സൈഡിൽ. രണ്ടാമത്തെ സൈഡിൽ നമ്മൾ ഈ വീക്ക് അവസാനിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ജാക്സൺസ് ഹോളിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫെഡിൻ്റെ ഒരു മീറ്റിംഗ്, ഒരു സിമ്പോസിയം നടക്കുന്നുണ്ട്, ജാക്സൺസ് ഹോൾ സിമ്പോസിയം. അവിടെ ജെറോം പവൽ എന്താണ് അമേരിക്കൻ മാർക്കറ്റിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ട്രാജക്ടറി, അല്ലെങ്കിൽ ഗ്രോത്ത് എക്സ്പെക്റ്റേഷൻ, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ എക്സ്പെക്റ്റേഷൻ, കൺസംഷൻ എക്സ്പെക്റ്റേഷൻ, ഇങ്ങനെയുള്ള കുറേ ഡേറ്റയെക്കുറിച്ച് തൊട്ടും തൊടാതെയും കുറച്ച് ഇൻഫർമേഷൻസ് ലോകത്തിന് കൊടുക്കും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് അമേരിക്കൻ എക്കണോമിയെ സംബന്ധിച്ച് ഈ പറയുന്ന പോലെ ട്രംപും പവലും തമ്മിലുള്ള ഒരു പ്രോബ്ലം ഒരു സൈഡിൽ നിലനിൽക്കുന്നു. അവർ തമ്മിലുള്ള ഒരു പ്രൊഫഷണൽ സ്പാറ്റ് ഒരു സൈഡിൽ കൂടി നിൽക്കുന്നു. ട്രംപ് ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുന്നു, അതായത് അമേരിക്ക നീഡ്സ് ആൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ആൻഡ് ജെറോം പവൽ ഇസ് ബിഹൈൻഡ് ദ കർവ് എന്നാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ള. അത് മാത്രമല്ല, പവലിൻ്റെ ടേം NDRY എനിക്ക് തോന്നുന്നു ഈ സെപ്റ്റംബർ 1 മുതൽ ഈ ട്രംപിൻ്റെ റീപ്ലേസ്മെൻറ്റിന് ആളിലുള്ള ഒരു നോമിനേഷൻ അല്ലെങ്കിൽ വോട്ടിംഗ്, അങ്ങനത്തെ പല കാര്യങ്ങളും നടന്നു തുടങ്ങാൻ പോകുന്നു എന്നുള്ളത്. പവലിന് പകരം ഉള്ള ആളിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ജാക്സൺസ് ഹോൾ മീറ്റിംഗ് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ ജാക്സൺസ് ഹോൾ മീറ്റിംഗിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, അവിടെ വെച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ട്രാജക്ടറിയെ കുറിച്ചിട്ട് ജെറോം പവൽ ഒരു വർത്തമാനം ഉണ്ടാവുമല്ലോ, ഒരു ടോക്സ് ഉണ്ടാവുമല്ലോ. അതിനെ ബേസ് ചെയ്ത് റിസ്കി അസറ്റ്സിനെ പ്രൈസ് ചെയ്യും. റിസ്കി അസറ്റ്സിനെ പ്രൈസ് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്കറിയാലോ, നമ്മൾ സാധാരണ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ച് നമ്മൾ സാധാരണ കാണുന്ന എന്താ,
ഇൻട്രസ്റ്റ് റേറ്റ് നമ്മൾ എങ്ങനെയാണ് എക്കണോമി എഫക്റ്റ് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് എങ്ങനെയാണ് ഇൻട്രസ്റ്റ് റേറ്റുകൾ എഫക്റ്റ് ചെയ്യുന്നത്, അതായത് എങ്ങനെ EMI, എങ്ങനെ ഡെപ്പോസിറ്റിനെ എഫക്റ്റ് ചെയ്യുന്നു, എങ്ങനെ ഇൻഫ്ലേഷനെ എഫക്റ്റ് ചെയ്യുന്നുള്ള ഓവറോൾ എക്കണോമിക്കൽ ഇമ്പാക്റ്റ് നമുക്കറിയാമെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റ് ഇമ്പാക്റ്റ് പലരും ശ്രദ്ധിക്കാറില്ല. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ എന്നും വാല്യുവേഷൻ പാരാമീറ്റേഴ്സായിട്ട് നമ്മൾ സ്റ്റോക്ക് ആണെങ്കിലും ഒരു ഹോൾ മാർക്കറ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും നമ്മൾ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആണ്, അണ്ടർ വാല്യൂഡ് ആണ്, അല്ലെങ്കിൽ സ്റ്റോക്സ് ഓവർ വാല്യൂഡ് ആണ്, അണ്ടർ വാല്യൂഡ് ആണ് എന്ന് പറയുന്നതിൻ്റെ പുറകിൽ ഒരു വാല്യുവേഷൻ മെത്തോഡോളജി ഉണ്ട് അല്ലേ? ആ വാല്യുവേഷൻ മെത്തോഡോളജി സാധാരണ നമ്മൾ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് PE റേഷ്യോൻ്റെ ഒരു മാനദണ്ഡത്തിൽ നമ്മൾ പറയപ്പെടും. അല്ലാണ്ട് DCF മെത്തേഡ് എന്നൊരു മെത്തേഡ്, അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. അതായത് ഒരു കമ്പനി ഫ്യൂച്ചറിൽ എത്ര ഏർണിങ്സ് ഉണ്ടാക്കും എന്നുള്ളത് അനുസരിച്ച് ഇന്ന് ആസറ്റിനെ പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ. അതായത് നമ്മൾ എന്താണ് ഭാവിയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എടുത്തിട്ട് അതിൻ്റെ ഒരു വാല്യുവേഷൻ ഇന്നത്തേക്ക് നമ്മൾ പ്രൈസിങ് ചെയ്യുക. അപ്പോൾ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ ആണെങ്കിലും പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾസ് ഓൺ ഫ്യൂച്ചർ ഏർണിങ്സ് പെർ ഷെയറും ഒക്കെ കാണിക്കുന്ന എന്താ, ഒരു ഫ്യൂച്ചർ എക്സ്പെക്റ്റേഷനെ, അതായത് ഫ്യൂച്ചറിലായിട്ടുള്ള മാർക്കറ്റോ അല്ലെങ്കിൽ സ്റ്റോക്കോ അല്ലെങ്കിൽ സെക്ടറോ എത്രത്തോളം ഏർണിങ്സ് ഉണ്ടാക്കും, അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ 1 കൊല്ലം കൊണ്ട് 2 കൊല്ലം കൊണ്ട് 3 കൊല്ലം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രൈസ് ബിൽറ്റ് ഇൻ ചെയ്യും സ്റ്റോക്ക് പ്രൈസിൽ. അതാണല്ലോ വാല്യുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സിലൊക്കെ നമ്മൾ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ ആഡ് ചെയ്യുന്നുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് മണി. കോസ്റ്റ് ഓഫ് മണി എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്കൊരു സാധനം പർച്ചേസ് ചെയ്യണമെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ആ ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് നമ്മുടെ കോസ്റ്റ് ഓഫ് മണി. അതേപോലെ ബിസിനസ്സുകളുടെ അറീനയാണല്ലോ സ്റ്റോക്ക് മാർക്കറ്റ്. അവിടെ ബിസിനസ്സുകൾക്ക് ക്യാപിറ്റൽ ആവശ്യമുണ്ട്, അതായത് ഡെപ്റ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ആ കോസ്റ്റ് കമ്പനികളുടെ വാല്യുവേഷനിലും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ വാല്യുവേഷനിലും ഇൻബിൽറ്റ് ചെയ്യുന്ന പരിപാടിയാണ് വാല്യുവേഷൻ മെട്രിക്സ് അല്ലെങ്കിൽ വാല്യുവേഷൻ മെത്തോഡോളജി എന്ന് പറയുന്നത്. ഇത് കുറച്ച് ടെക്നിക്കൽ ആൻഡ് ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ആ ഇൻട്രസ്റ്റ് റേറ്റ് മൂവ്മെൻറ്റിനനുസരിച്ച് മാർക്കറ്റ് അല്ലെങ്കിൽ സ്റ്റോക്സ് റീപ്രൈസ് ചെയ്യും. ആ റീപ്രൈസ് ചെയ്യുന്ന പ്രക്രിയ എങ്ങനെയാണ് എന്നുള്ളതാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റോക്ക് മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യണം. ഇൻട്രസ്റ്റ് റേറ്റ് ജനറൽ എക്കണോമി എഫക്റ്റ് ചെയ്യണത് നമുക്ക് എല്ലാവർക്കും പച്ചവെള്ളം പോലെ അറിയാം. അതായത് EMI കുറയുന്നു, ഡെപ്പോസിറ്റ് കുറയുന്നു, സാധനങ്ങളുടെ വില കുറയുന്നു എന്നിങ്ങനെയുള്ളത് അറിയാമെങ്കിലും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ എഫക്റ്റ് ഇങ്ങനെയാണ്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ 2 രീതിയിലാണ് എഫക്റ്റ് വരുന്നത്. ഒന്ന്, വാല്യുവേഷൻ മൾട്ടിപ്പിൾസിലുള്ള ഈ പ്രൈസിങ് മെത്തോഡോളജി ഒന്ന്, അതുകൂടാതെ ബിസിനസ്സിൻ്റെ പ്രോസ്പെക്ട്സ്, അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ അവർക്ക് ഈ പറയുന്ന പോലെ ലോവർ റേറ്റിൽ ലോൺ കിട്ടുമ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് മാർക്കറ്റും ആ സ്റ്റോക്ക് മാർക്കറ്റിലെ കമ്പനികളുടെ പ്രൈസിങ് മെത്തേഡിനെ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ലോകം കംപ്ലീറ്റ് ഈ ജാക്സൺ ഹോളിൽ എന്താണ് ജെറോം പവൽ പറയാൻ പോകുന്നതെന്ന് നോക്കും എന്നുള്ളതാണ്. അപ്പം ഞാനത് എന്തുകൊണ്ട് ഈ ഒരു മീറ്റിങ്ങിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് വെച്ചാൽ, ഒന്നത് ജാക്സൺ ഹോൾ സിമ്പോസിയം എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഇവൻ്റാണ്. രണ്ടാമത്തെ കാര്യം, US മാർക്കറ്റ് റെഡ് ഹോട്ടായിട്ടാണ് നിൽക്കുന്നത്. എസ്പെഷ്യലി അവിടുത്തെ ടെക്നോളജി സ്റ്റോക്സ് ഒക്കെ, NVIDIA പോലത്തെ സ്റ്റോക്സ് ഒക്കെ റെഡ് ഹോട്ടായിട്ട് നിൽക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേഷൻ ഇതിനകത്തേക്ക് ശരിക്കും പറഞ്ഞാൽ സബ്സ്യൂം ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ വാല്യൂ ചെയ്യണം എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളത് ഒരു സൈഡിൽ ഉള്ള കാര്യം എന്നുള്ളതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ ഈ 2 കാര്യമാണ് ഗ്ലോബൽ എക്കണോമിയും US മാർക്കറ്റിനെയും ഡ്രൈവ് ചെയ്യണമെങ്കിലും ഇന്ത്യൻ മാർക്കറ്റിലും ന്യൂസുകൾക്ക് കുറവൊന്നും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്രാവശ്യത്തെ പാർലമെൻറ്റ് സെഷൻ ഒരു എന്താ പറയുക വളരെ പ്രൊഡക്റ്റീവായിട്ടുള്ള രീതിയിൽ, അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും കാണാമെന്നുള്ള. ഇപ്പം നമ്മൾ പോർട്സ് ബില്ല്, ഗുഡ്സ് ബൈ ദ സീ ബില്ല്, അങ്ങനത്തെ പല കാര്യങ്ങൾ, അതായത് 117 കൊല്ലം പഴക്കമുള്ള ബില്ലുകൾ മാറുന്നു, IT ബില്ലുകൾ റീഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് there is business happening in parliament. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബില്ലും കൂടെ വരുന്നു എന്നുള്ളതാണ്. അതായത് ഓൺലൈൻ ഗെയിമിങ്ങിന്, അതായത് പ്രൊമോഷൻസ് ആൻഡ് റെഗുലേഷൻ ഓഫ് ഓൺലൈൻ ഗെയിമിംഗ് ബിൽ 2025 ക്യാബിനറ്റ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പാർലമെൻറ്റിലേക്ക് ഇന്നത്തേക്ക് മൂവ് ചെയ്യും, വെനസ്ഡേ മൂവ് ചെയ്യും എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ബട്ട് അതിനകത്ത് നമ്മൾ വായിച്ചു വരുമ്പോൾ മനസ്സിലാവുന്നത് എന്താ, ഇറ്റ് ഈസ് ഗെയിം ഓവർ ഫോർ ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസ്. ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസ് പറഞ്ഞാൽ വെറുതെ ഉള്ള ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസിന് യാതൊരു കുഴപ്പമില്ല. അതായത് മണി ട്രാൻസാക്ഷൻ ഉൾപ്പെട്ടിട്ടുള്ള ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസിന്, ബിഡിംഗ് ഗെയിംസിന് ഓൺലൈൻ, അതായത് ഗെയിം ഓവർ എന്നുള്ള രീതിയിലേക്കാണ് വരുന്നത് എന്നുള്ളതാണ്. അതായത് ഗവൺമെൻറ് പറയണമെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ഗെയിമിംഗ് ഭയങ്കരമായിട്ട് അഡിക്ഷൻ പിള്ളേരിലും യൂത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള പ്രശ്നം വെച്ചാൽ ഓൺലൈൻ ഗെയിമിംഗ് വരുന്നതിൽ തെറ്റൊന്നുമില്ല.
ഇന്ത്യ ഒരു ഓൺലൈൻ ഗെയിമിങ്ങിൻ്റെ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഗെയിമിംഗ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് ആയി മാറാൻ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. പക്ഷേ അതിനകത്ത് മണി ട്രാൻസാക്ഷൻ ഇൻവോൾവ് ചെയ്തത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് പറയുന്നത് എന്നുള്ളത്. അപ്പോൾ ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ ഒന്നാമത്തെ കാര്യം അവർ പറയുന്നത് വെച്ചാൽ ഈ ഗെയിമിംഗ് കാര്യങ്ങൾ, അതായത് പൈസ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഗെയിമിംഗ് കാര്യങ്ങളിൽ ഇറ്റ് ഈസ് അഫക്റ്റിംഗ് ദ മെൻറ്റൽ ഹെൽത്ത് ഓഫ് പീപ്പിൾ എന്നാണ് പറയുന്നത്. മെൻറ്റൽ ഹെൽത്ത് ഓഫ് പീപ്പിൾ. രണ്ടാമത് ഒരുപാട് ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുന്നു, അതിനെ ബേസ് ചെയ്ത് സൂയിസൈഡ് ഉണ്ടാവുന്നു, നാടുവിടൽ ഉണ്ടാവുന്നു. അതായത് സോഷ്യൽ ഫേബ്രിക്കിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഓൺലൈൻ ഗെയിമിംഗ് മാറി, അതായത് സ്പെക്കുലേഷനും ഗാംബ്ലിങ്ങും ഭയങ്കരമായിട്ട് കൂടി എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഗവൺമെൻറ് പറയുന്നത് വെച്ചാൽ ഇത് കൂടാതെ, അതായത് ഒരു ഇൻഡിവിജ്വലിനെ സൊസൈറ്റി അഫക്റ്റ് ചെയ്യണത് കൂടാതെ സോവറിൻ ത്രെറ്റ്സ് ഒരുപാടുണ്ട്. രാജ്യം എന്നുള്ള രീതിയിൽ ഒരുപാട് ത്രെട്ട് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് സൈബർ ക്രൈം ഭയങ്കരമായിട്ട് കൂടി, ടെറർ ഫിനാൻസിങ് കൂടി, അതുമാത്രമല്ല മണി ലോണ്ടറിങ് യൂസിങ് ഡിജിറ്റൽ വാലറ്റ്സ് ആൻഡ് ക്രിപ്റ്റോ കറൻസീസും ഭയങ്കരമായിട്ട് കൂടി എന്നുള്ളത്. അതായത് ഈ ഓൺലൈൻ ഗെയിമിംഗ് ഉപയോഗിച്ച് പല രീതിയിലുള്ള ടെറർ ഫണ്ടിങ്ങുകൾ നടക്കുന്നു. അതുമാത്രമല്ല മണി രാജ്യത്തിൽ നിന്ന് സൈഫൺ ചെയ്ത് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മിസ്യൂസ് ചെയ്യുന്ന ഒരു രീതിയും കൂടെ നടക്കണം. അപ്പോൾ അതേ കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഈ ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസൊക്കെ പലതും ടാക്സ് ഹെവൻസിലൊക്കെ റിസൈഡ് ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ ഇവിടുന്ന് പൈസയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് നോക്കുന്നു, അല്ലെങ്കിൽ കാണുന്നു പല കമ്പനികൾ, അല്ലെങ്കിൽ രാജ്യദ്രോഹി ശക്തികൾ അതിനെ ഉപയോഗിക്കുന്നു എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് മാത്രമല്ല ഈ പറയുന്ന പോലെ അങ്ങനത്തെ മണി ഇൻവോൾവ് ആയിട്ടുള്ള ഓൺലൈൻ ഗെയിമിംഗ് എന്ന് പറയുന്നത് ഒഫൻസ് ആയിട്ടാണ് ഇന്ത്യൻ ഗവൺമെൻറ് ഇപ്പോൾ അതിനെ കണക്കാക്കുന്നതെന്നുള്ള. അതുമാത്രമല്ല എനി അഡ്വർടൈസ്മെൻറ്റ്സ് പ്രൊമോട്ടിംഗ് ഓൺലൈൻ ഗെയിംസ് ഈസ് ഓൾസോ കൺസിഡർഡ് ആസ് എ സീരിയസ് ഒഫൻസ്. എനി പേഴ്സൺസ് പ്രൊമോട്ടിംഗ് ഓൺലൈൻ ഗെയിംസ് വിത്ത് മണി ഈസ് ഓൾസോ കൺസിഡർഡ് ടു ബി എ ക്രിമിനൽ എന്നുള്ള രീതിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല ബാങ്കിനോടും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടും പറഞ്ഞിരിക്കുന്നത് ഈ ഓൺലൈൻ ഗെയിമിംഗ് വഴിയുള്ള ഒരു മണി ട്രാൻസാക്ഷൻസും നിങ്ങൾ എൻകറേജ് ചെയ്യരുത്. നിങ്ങൾ എൻകറേജ് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ബ്രോട്ട് ടു ബുക്ക് എന്നുള്ള കാര്യം കൂടി ഗവൺമെൻറ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നു. അതായത് ദിസ് ഈസ് എ ഡെത്ത് നെൽ ഫോർ റിയൽ മണി ഓൺലൈൻ ഗെയിംസ്, റിയൽ മണി ഇൻവോൾവ് ആയിട്ടുള്ള ഓൺലൈൻ ഗെയിംസ്, അതായത് ഗെയിംസ് ഓഫ് ബോത്ത് ചോയ്സ് ആൻഡ് സ്കിൽ, അതായത് ചോയ്സ് കൊണ്ടോ സ്കില്ല് കൊണ്ടോ പൈസ ഉണ്ടാക്കുന്ന ആ ഒരു ഓൺലൈൻ ഗെയിംസിൻ്റെ ഒരു ഡെത്ത് നെല്ലായി ഇത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അതിനകത്ത് പറയുന്ന ഒരു കാര്യം ഇതാണ്, അതായത് ഗെയിംസ് പ്ലേഡ് ബൈ ഡെപ്പോസിറ്റിംഗ് മണി ഓർ പേയിങ് ഫീസ് ഇൻ എക്സ്പെക്ടേഷൻ ഓഫ് വിന്നിങ് ഇൻ റിട്ടേൺ മണി ഓർ ഇക്വലൻസ്. അതായത് പൈസ കൊടുത്ത് നമ്മളൊരു കളി കളിച്ചിട്ട് അതിൻ്റെ ഔട്ട്കമും അല്ലെങ്കിൽ പ്രൈസ് മണിയും പൈസ അല്ലെങ്കിൽ പൈസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ആനുപാതികമായിട്ടുള്ള കാര്യങ്ങളും എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ഇതിനെ ഡിഫൈൻ ചെയ്യണമെന്നുള്ളത്. ഒരു കാര്യം കറക്റ്റാണ് ഈ പറയുന്ന പോലെ, അതായത് ഇത് പിള്ളേരിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാൽ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം, എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ആ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഫ്രണ്ടിനെ ഞാൻ കാണാനായിട്ട് പോയപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം കുറച്ച് ബിസി ആയിരുന്നു. അതായത് ഈ ടാക്സ് ഫയലിങ്ങിൻ്റെ സമയമായതുകൊണ്ട് ഒരുപാട് പേര് ടാക്സ് ഫയലിങ്ങിനും കമ്പനികളും ഇൻഡിവിജ്വൽസും ഒക്കെ വരുന്നതിൻ്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ ഒരു അമ്മയും മകന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നൊരു 10 വയസ്സ് 11 വയസ്സ് 9, 10, 11 വയസ്സ് കണ്ടിട്ട് അത്രയാണ് തോന്നുന്നതെന്നുള്ള. അപ്പോൾ അങ്ങനെ അവർ കാണാനായിട്ട് വന്നിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, ശരിക്കും പറഞ്ഞാൽ എന്ത് പറ്റി ഇങ്ങനെ ഒരു അമ്മയും മകനും കൂടെ വന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം എന്താ അറിയോ, ആ കുട്ടി ഓൺലൈൻ ഗെയിം കളിച്ചിട്ട് 8 ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് ഉണ്ടായിരിക്കുന്നത്. പ്രായപൂർത്തിയായിട്ടില്ല, 8 ലക്ഷം രൂപ പ്രോഫിറ്റ്. അതിനെ എങ്ങനെ ടാക്സ് ചെയ്യണം, ഫയൽ ചെയ്യണം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, അപ്പം ഞാൻ എൻ്റെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ അത് ശരിക്കും പറഞ്ഞാൽ ഈ പൈസ ഉണ്ടാക്കിയിട്ട് വേണ്ട വീട്ടിൽ ജീവിക്കാൻ, വീട്ടിൽ അതിൻ്റേതായ ജീവിത മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ കുട്ടി ഈ പൈസ ഉപയോഗിച്ച് വേറെ ഓൺലൈൻ ഗെയിമിങ്ങിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് മേടിക്കുക. അതായത് ഇപ്പോൾ ഒരു കാർ ഗെയിം ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയുള്ള സ്റ്റിയറിംഗ്, അതിന് വേണ്ടിയുള്ള ഫോഴ്സ് ഫീഡ്ബാക്ക് ഉള്ള സ്റ്റിയറിങ്സ്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിക്കുന്നതാണ് ഈ കുട്ടിയുടെ പരിപാടി. 2 കൊല്ലമായിട്ട് ആ കുട്ടി ടാക്സ് അടയ്ക്കണു എന്നുള്ളതാണ്. അതായത് അത് ഇപ്പോൾ പാൻ കാർഡോ ബാങ്ക് അക്കൗണ്ടൊക്കെ തുറക്കണമെങ്കിൽ മൈനർ ത്രൂ ഗാർഡിയൻ എന്നുള്ള ഫോർമാറ്റിലാണ് തുറക്കേണ്ട. കാര്യം പ്രായപൂർത്തി ആയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്നിട്ട് പോലും അവരൊക്കെ അത് ഏൺ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്തുള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിന് എന്ത് കാര്യത്തിന് 2 വശമുണ്ടല്ലോ, ഹെഡ്സ് ആൻഡ് ടൈൽസ്. ഇതിന് നെഗറ്റിവിറ്റി എന്ന് വെച്ചാൽ പിള്ളേരിൽ ചെറുപ്പത്തിലേ തന്നെ നമ്മൾ ബ്രെയിനിന് ട്യൂൺഡ് ആക്കുന്നത് ഈ സ്പെക്കുലേഷനും ഗ്യാംബ്ലിങ്ങിനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഈ ഭയങ്കര അഡ്രനലിൻ റഷ് അതിലേക്ക് വരുമെന്നുള്ളതാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇത്ര ഹാർഷ് ആവണമായിരുന്നോ, അത് കുറച്ചുകൂടെ ഒന്ന് വൈഡ് കൺസൾട്ടേഷൻ എടുത്തതിന്. കാര്യം ഒരുപാട് മണി ഇതിനകത്ത് ഇൻവോൾവ് ആണ്, ഒരുപാട് പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയേഴ്സ് ഇതിനകത്ത് പൈസ ചിലവാക്കിയിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമ്മൾ TV ഒക്കെ കാണാൻ നേരത്ത്, ക്രിക്കറ്റ് ഒക്കെ കാണാൻ നേരത്ത് ഒരുപാട് ഈ ഗെയിമിംഗ് കമ്പനീസിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്സ് വരാറുണ്ട്. അതായത് Dream 11, MPL, പ്രോബോ, റമ്മി ഗെയിംസ്, ലൂഡോ, പോക്കർ ഗെയിംസ്, കാർഡ് ഗെയിംസ്, ഫാൻറ്റസി സ്പോർട്സ്. എന്തിന് ഞാൻ അടുത്ത കാലത്ത് മനസ്സിലായ ഒപ്പീനിയൻ ട്രേഡിംഗ് വരേണ്ടതാണ്. ഒപ്പീനിയൻ ട്രേഡിംഗ് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ലോകത്ത് നടക്കണതിൻ്റെ ഔട്ട്കമ്മിനെ ബെറ്റ് ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇന്നിപ്പോൾ ഒരു പാർലമെൻറ്റ് ഒരു ബില്ല് ഇത് പാസ്സാവോ ഇല്ലേ എന്നുള്ളത് ബെറ്റ് വയ്ക്കാം. ഇന്ത്യയും ഇംഗ്ലണ്ടും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കളിയുടെ ഔട്ട്കം ബെറ്റ് വയ്ക്കാം. അല്ലെങ്കിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം തീരുമോ എന്നുള്ള രീതിയിൽ ബെറ്റ്. എന്ത് ലോകത്ത് നടത്തുന്നോ അതിനൊരു ബെറ്റിംഗ്, അതിനാണ് ഈ പറഞ്ഞ പോലെ ഒപ്പീനിയൻ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. അങ്ങനത്തെ ഒരു വലിയ ഇൻഡസ്ട്രിയും കൂടെ ഇതിൻ്റെ പുറകിലുണ്ടെന്നുള്ള. ഇപ്പോൾ ഗവൺമെൻറ് ഒരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കുറ്റം പറയാക്കൂല, ബട്ട് വേറൊരു ആംഗിളിൽ കൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് സമയം എടുത്തിട്ട് പോരെ. പക്ഷേ ഈ ഗവൺമെൻറ്റിൻ്റെ ദൃഢനിശ്ചയം, അതായത് അവർ പറയുന്നത് വെച്ചാൽ ഇത് നോ എന്നാണ്. ഇഫ് ഈ പറഞ്ഞ പോലെ ഗാംബ്ലിംഗ് ലാൻഡിലും പെർമിറ്റഡ് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഓൺലൈനിൽ നമ്മൾ പെർമിറ്റ് ചെയ്യണേ എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ചോദിക്കുന്നത് എന്നുള്ളത്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം വെച്ചാൽ ഇതിപ്പോൾ ഇന്ന് ക്യാബിനറ്റ് 2 ദിവസം മുമ്പേ അല്ലെങ്കിൽ ഇന്നലെ ക്ലിയർ ചെയ്തു, ഇന്നിപ്പോൾ പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ആഫ്റ്റർ എ വൈഡ് ഡിസ്കഷൻ ഇതിനെ ഒന്നില്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ പറയുക, നമ്മുടെ ആ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, എന്താണ് അതിനെ പറയുന്നത്, പാർലമെൻറ്റിൽ ഒരു കമ്മിറ്റി ഉണ്ടല്ലോ, നമ്മൾ സാധാരണ ഈ ഡിസ്കഷൻ സെലക്ട് കമ്മിറ്റിയിൽ എങ്ങാണ്ട് ഇത് പോകും എന്നുള്ളതാണ്. അതായത് സെലക്ട് കമ്മിറ്റിയിലാണെങ്കിൽ അതിൽ കുറച്ച് മെമ്പേഴ്സ് മാത്രം എല്ലാ പാർട്ടിയിൽ നിന്നും നമ്മൾ നോമിനേറ്റ് ചെയ്ത് നിർത്തി അതിനൊരു സമയം കൊടുത്ത് അതിന് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെയും ഡിസ്കഷൻ വിളിച്ച് സെലക്ട് പാനൽ എന്നെങ്ങാണ്ടാണ് പറയുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അതാരെങ്കിലും ഹെഡ് ചെയ്യും, ഏതെങ്കിലും ഗവൺമെൻറ് സൈഡിൽ നിന്നോ ഒപ്പോസിഷൻ സൈഡിൽ നിന്നോ ഒരു MP അത് ഹെഡ് ചെയ്യും. അതിൻ്റെ കൂടെ പല പാർട്ടിയിൽ നിന്നുള്ള കുറേ MPs ഉണ്ടാവും. അവരെല്ലാം സെലക്ട് കമ്മിറ്റിയിൽ ഇത് ഡിസ്കസ് ചെയ്ത് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് സംസാരിച്ചിട്ട് തിരിച്ച് പാർലമെൻറ്റിലേക്ക് അവരെ ചിലപ്പോൾ ഒരു അഡീഷൻസും ഡിലീഷൻസും ഒക്കെ കൊണ്ടുവന്നിട്ട് തിരിച്ച് പാർലമെൻറ്റിലേക്ക് കൊണ്ടുവരും. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇതിനകത്ത് കുറച്ച് റിലീഫൊക്കെ അവിടെ ഇവിടെ ഉണ്ടാകായേക്കാമെന്ന് എനിക്കൊന്നും തോന്നുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഇതിനകത്ത് അഫക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഓൺലൈൻ ഗെയിമിംഗ് കമ്പനീസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാതെ നസാര ടെക് അല്ലെങ്കിൽ ഡെൽറ്റ കോർപ്പ് ഒക്കെ ഇതിനൊക്കെ ഒരു അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടീസാണ്. അത് മാത്രമല്ല ഈ നസാര ടെക്കിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ അവർ അടുത്ത കാലത്ത് കയറി അവർ വലിയൊരു സ്റ്റേക്ക് ഈ ക്ലാസിക് റമ്മി, പോക്കർ ബാസി പോലുള്ള കമ്പനികളിൽ കുറച്ച് നാൾ മുമ്പെയാണ് അവർ ഇൻവെസ്റ്റ് ചെയ്തതെന്നുള്ളത്. അത് മാത്രമല്ല ഒരുപാട് പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയേഴ്സും ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നതെന്നുള്ളത്. പിന്നെ നമുക്ക് മാർക്കറ്റിലേക്ക് നമുക്ക് തിരിച്ചു വരാമെന്നുള്ളതാണ്. മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്കോട്ട് ബെസൻ ഉണ്ടല്ലോ, അതായത് US സെക്രട്ടറി ഓഫ് ട്രഷറി സെക്രട്ടറിയുടെ ഇന്നലെ ഒരു CNBC ന്യൂസിൽ, ആക്ച്വലി CNBC ഗ്ലോബലിലാണെന്ന് തോന്നുന്നു, വളരെ ക്ലിയർ ആയിട്ടൊരു കാര്യം പറയുന്നുണ്ട്. അതായത് അയാൾ പറയുന്നതിൻ്റെ സാരാംശം ഇത്രയേ ഉള്ളൂ, ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് മേടിക്കുന്ന ഓയിലിന് വച്ചിരിക്കുന്ന ആ ഒരു ടാരിഫ്, അതായത് 25% ടാരിഫ്, അതാണല്ലോ നമ്മളെ 50ലേക്ക് കൊണ്ടുവന്നത്, അത് കുറയ്ക്കാനുള്ള സാധ്യതകളൊന്നുമില്ല അൺലെസ് ആൻഡ് അണ്ടിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് തീരാതെ എന്നുള്ള രീതിയിലാണ്. അത് വളരെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നു. CNBC ഇൻ്റർനാഷണലിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ, ഒരു ഇൻ്റർവ്യൂവിൽ നിന്നാണ്. കാര്യം അതിനകത്ത് പറയുന്നൊരു കാര്യം എന്നറിയോ, നമ്മൾ ഇത്രയും നാൾ ആലോചിച്ചില്ലേ, അതായത് ലോകത്ത് എന്നും നടന്ന ചോദ്യം, അല്ലെങ്കിൽ നമ്മുടെ വ്യൂവേഴ്സിനും നമുക്കൊക്കെ ഉണ്ടായിരുന്ന ചോദ്യം എന്താ, യൂറോപ്പ് മേടിക്കുന്നു റഷ്യയിൽ നിന്ന് LNG, ചൈന മേടിക്കുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ്, ഇന്ത്യയും മേടിക്കുന്നു റഷ്യയിൽ നിന്ന് ക്രൂഡ്. എന്തുകൊണ്ട് ഇന്ത്യയെ മാത്രമേ സിംഗിൾ ഔട്ട് ചെയ്യുന്നു? ഈ ചൈനയെ പേടിച്ചിട്ടാണ് US ചെയ്യാത്തതെന്നൊക്കെയാണല്ലോ പറയുന്നത്. അതൊക്കെ ആയിരിക്കാം നമുക്ക് കാരണങ്ങൾ. പക്ഷേ ഇവിടെ സ്കോട്ട് ബെസൻ, അതായത് ട്രഷറി സെക്രട്ടറി, ഒരു റീസൺ കറക്റ്റായിട്ട് സ്റ്റേറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താണെന്നറിയോ, അത് അവർ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ 2022 ഈ റഷ്യ യുക്രൈൻ വാർ തുടങ്ങുന്നത്. ഈ റഷ്യ യുക്രൈൻ വാർ 2022 തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ചൈന റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിക്കുമായിരുന്നു. അതായത് 13% ചൈന റഷ്യയിൽ നിന്ന് ക്രൂഡ് മേടിക്കുമായിരുന്നു എന്നുള്ള. വാർ തുടങ്ങിയതിന് ശേഷം അത് ജസ്റ്റ് 13-16 മാത്രമേ ആയിട്ടുള്ളൂ. അതായത് റഷ്യയുടെ ഒരു ഗ്ലോബൽ സ്റ്റാൻസ് വാറിന് മുമ്പും പിൻപും ഡൈവേഴ്സിഫൈഡുള്ള റിസോഴ്സസിൽ നിന്ന് ഇൻപുട്ടായിട്ട് ഓയിൽ മേടിക്കുക എന്നുള്ളതാണ്. അതായത് റഷ്യയുടെ സ്ട്രാറ്റജി അങ്ങനെയാണ്, അല്ല ചൈനയുടെ സ്ട്രാറ്റജി അങ്ങനെയാണ്. അതായത് റഷ്യയിൽ നിന്നുകൂടി യുദ്ധത്തിന് മുമ്പേ തന്നെ മേടിച്ചു തുടങ്ങിയിരുന്നു ചൈന. 13% മേടിച്ചിരുന്ന സ്ഥലത്ത് യുദ്ധത്തിന് ശേഷവും 16% ആയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നുള്ള. എന്നാൽ ഇന്ത്യയുടെ കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞു. ഇന്ത്യ യുദ്ധത്തിന് മുമ്പേ വെറും 1% മാത്രം ഓയിലേ റഷ്യയിൽ നിന്ന് മേടിച്ചിരുന്നുള്ളൂ. ഇപ്പം അത് ഏതാണ്ട് 42% ഉയർന്നു എന്നുള്ളതാണ്. അപ്പം 42% ഉയർന്നു വെച്ചാൽ ഇന്ത്യ എന്തുകൊണ്ട് അത് ചെയ്യുന്നു?
ഇന്ത്യ ഈസ് പ്രോഫിറ്റിയറിങ് ഫ്രം ഇറ്റ്. അതായത് ഇന്ത്യ അതിനകത്തുനിന്ന് ഒരുപാട് ലാഭമുണ്ടാക്കുന്നു. ഇന്ത്യ റഷ്യൻ ക്രൂഡ് മേടിച്ചിട്ട് അത് റിഫൈൻ ചെയ്തിട്ട് അത് യൂറോപ്പിലോട്ടും മറ്റുള്ള രാജ്യങ്ങളിലേക്കും അത് റീസെല് ചെയ്തിട്ട് ഏതാണ്ട് $16 ബില്യൺ വരവുണ്ടാക്കിയിരിക്കുന്നു എന്നുള്ളത്. ഈ വരവ് ഇന്ത്യ ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, അതിൻ്റെ ഭൂരിഭാഗവും ഇന്ത്യയിൽ ഒരു വെൽത്തി ഫാമിലിയാണ് ഉണ്ടാക്കിയതെന്നും കൂടെ സ്കോട്ട് ബെസൻറ്റ് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം അതിനകത്ത്. അപ്പോൾ ഈ 16 ബില്യൺ എക്സസ് പ്രോഫിറ്റ് ഇന്ത്യ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഇന്ത്യ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ തന്നെ റഷ്യയ്ക്കും ബെനിഫിറ്റ് കിട്ടി, റഷ്യയ്ക്കും ഡോളർ കിട്ടി. ആ പൈസയിലാണ് റഷ്യ വാർ ഫണ്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ചൈനയും US ഇന്ത്യയും തമ്മിലുള്ള ക്ലിയർ ഡിമാർക്കേഷൻ സ്കോട്ട് ബെസന്റെ സംസാരത്തിൽ വന്നിരിക്കുന്നു. അതായത് ചൈന പണ്ട് മുതലേ റഷ്യൻ ക്രൂഡ് മേടിക്കുന്നു. അവരുടെ സ്ട്രാറ്റജിക് ആറ്റിറ്റ്യൂഡ് തന്നെ അങ്ങനെയാണ്. അവർ 13% മേടിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് യുദ്ധം തുടങ്ങിയതിന് ശേഷം 16 ആക്കി എന്നല്ലാതെ വേറെ വ്യത്യാസമില്ല. പക്ഷേ ഇന്ത്യ യുദ്ധത്തിന് ശേഷമാണ് 1% നിന്ന് 42% മാറ്റിയത്. അതിൽ നിന്ന് ഏതാണ്ട് 16 ബില്യൺ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൂടെ സ്കോട്ട് ബെസന്റ് പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് 25% ടാരിഫ് കുഡ് ബി ഹിയർ ടു സ്റ്റേ എന്നും കൂടെ പറഞ്ഞു വെക്കുന്നു. പക്ഷെ വേറൊരു കാര്യം, ഈ പറയുന്ന ഈ റിലയൻസിനെ കുറിച്ചാണ് കുത്തിയത് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാലോ. പക്ഷേ അങ്ങനെയാണെങ്കിൽ അമേരിക്കയുടെ പല ട്രേഡ് പോളിസിയും കൺട്രോൾ ചെയ്യുന്നത് NVIDIA ആണല്ലോ, ആപ്പിൾ ആണല്ലോ. ഇപ്പൊ ആപ്പിൾ ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചറിങ് തുടങ്ങി അല്ലേ? ഇന്ത്യയിൽ വന്ന് മാനുഫാക്ചറിങ് തുടങ്ങി. ഇപ്പൊ അമേരിക്കയിൽ യൂസ് ചെയ്ത ആപ്പിൾ ഫോൺസ് എല്ലാം ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കും. അവിടെ എന്തിനാ ടിം കുക്കിനെ വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചിട്ട് ട്രംപ് പറഞ്ഞത് ഇനി അങ്ങോട്ട് ചെയ്യരുത്? അപ്പൊ ട്രംപിന് ആപ്പിളും NVIDIA ആവാമെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ ഗവൺമെൻറ് ആരും ആയിക്കോട്ടെ, അതിപ്പോഴത്തെ ഭരണപക്ഷം ആയിക്കോട്ടെ പ്രതിപക്ഷം ആയിക്കോട്ടെ, റിലയൻസും അഡാനിയും ഉള്ളതിൽ യാതൊരു തെറ്റുമില്ലെന്ന് തന്നെ പറയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനോടുള്ള എനിക്ക് ഏറ്റവും വലിയ തെറ്റുന്നല്ലോ, ഒരു അഡാനി അംബാനിയെ മാത്രമല്ല, ഇതേപോലത്തെ 10-35 പേരെ ക്രിയേറ്റ് ചെയ്യണം. ഈ പവർ ഹൗസുകളെ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് ഇതേപോലത്തെ കളി കളിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അക്കാര്യത്തിൽ മുൻ ഗവൺമെൻറ് ഇതിനേക്കാളും ഭേദമായിരുന്നു എന്നുള്ളതാണ്. കാര്യം വെച്ചാൽ അവർ ഈ പറയുന്ന പോലെ ഒരുപാട് പേരെ ക്രിയേറ്റ് ചെയ്തു. അതായത് ടാറ്റയെ ക്രിയേറ്റ് ചെയ്തു, ബിർളയെ ക്രിയേറ്റ് ചെയ്തു, അംബാനിയെ ക്രിയേറ്റ് ചെയ്തു, അഡാനിയെ ക്രിയേറ്റ് ചെയ്തു, എല്ലാവരും ക്രിയേറ്റ് ചെയ്തു. ഇവർ ഏതാണ്ട് ഇത് രണ്ടും മാത്രമേ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ എന്നാണ് എൻ്റെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇതിന് നമുക്ക് ഏതായാലും ട്രോള് കിട്ടുമായിരിക്കും, എന്നാലും നടന്നോട്ടെ എന്നുള്ളതാണ്. പിന്നെ അത് മാത്രമല്ല, ഫോക്സ് ന്യൂസിൽ ഈ പറയുന്ന പോലെ സ്കോട്ട് ബെസന്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, റഷ്യ മേ നോട്ട് ബി ഇൻട്രസ്റ്റഡ് ഇൻ എൻഡിങ് ദ വാർ എന്നൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൈഡ് സ്റ്റേറ്റ്മെന്റ്സ് ആണ് അതിനകത്ത് ഉള്ളതെന്നുള്ള. പിന്നെ ലണ്ടൻ ഡെയിലിയിൽ ഒരു ആർട്ടിക്കിൾ വന്നു. ഈ ലണ്ടൻ ഡെയിലി ആർട്ടിക്കിൾ ഞാനൊന്ന് വായിച്ചതെന്ന് വെച്ചാൽ പീറ്റർ നവാരോ ആരാണ് നമ്മൾ പറഞ്ഞല്ലോ, അതായത് സീനിയർ കൗൺസിലാണ് അമേരിക്കൻ പ്രസിഡന്റിന്റെ, അതായത് ട്രേഡ് ആൻഡ് മാനുഫാക്ചറിങ്ങിന്റെ ഒരു സീനിയർ കൗൺസിലറാണ്, ഒരു അഡ്വൈസറാണ് ട്രംപിന്റെ. ഏതാണ്ട് 76 വയസ്സായി. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഹാർവാർഡ് ഗ്രാജുവേറ്റും കൂടെയാണ്. അദ്ദേഹമാണ് ഈ ട്രംപിൻ്റെ ഈ ടാരിഫ് മാഡ്നസിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ബുദ്ധി എന്ന് വളരെ ക്ലിയർ ആയിട്ട് അത് പറഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതുമാത്രമല്ല, അതിന് ആ ആർട്ടിക്കിൾ പറയുന്നില്ല, യൂണിവേഴ്സലി പീറ്റർ നവാരോ ഈസ് റിഗാർഡഡ് ആസ് ദ വേസ്റ്റ് ട്രേഡ് അഡ്വൈസർ എ US പ്രസിഡന്റ് ഹാസ് എവർ ഹാഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചേക്കുന്നത്. ഇലോൺ മസ്ക് ഇദ്ദേഹത്തിനെ വിളിച്ചതെന്നാണെന്നറിയോ, ഡംബർ ദാൻ എ ബ്രിക്ക് എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തുള്ള കുഴിത്തുരുമ്പ് എന്ന് പറയുന്നത് പീറ്റർ നവാരോ ആണെന്നുള്ളതാണ് പറഞ്ഞു വെക്കേണ്ടത്. ഇപ്പോൾ US മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ലൈവ് മാർക്കറ്റ് പോകുന്നതിന് മുമ്പ് ഡൗ എന്ന് പറയുന്നത് വേണ്ട, എനിക്ക് തോന്നുന്നു 0.02% അപ്പായിരുന്നു എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഡൗവും ശരിക്കും പറഞ്ഞാൽ നെഗറ്റീവ് ആവേണ്ടായിരുന്നു. ഹോം ഡിപ്പോൻ്റെ ഒരു നല്ലൊരു ഏർണിങ്സ് വന്നത് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് പ്ലസ് ആയിട്ട് കാണിക്കുന്നത്. എൽസ് നാസ്ഡാക്ക് ഈ പറയുന്ന പോലെ -1.46% ഡൗൺ ആണ്. NVIDIA എനിക്ക് തോന്നുന്നു 3.5% ഡൗൺ ആയിരുന്നു എന്നുള്ളതാണ്. S&P 500 ഏതാണ്ട് 0.59% ഡൗൺ ആയിരുന്നു എന്നുള്ള. ഇനിയിപ്പോൾ ഫെഡിൻ്റെ ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വരുന്നുണ്ട്. അതായത് US മാർക്കറ്റിലെ ലേറ്റർ ഈവനിങ് ആയിട്ട് വരുമ്പോൾ കഴിഞ്ഞ ഫെഡ് മീറ്റിങ്ങിൻ്റെ മിനിറ്റ്സ് ഇന്ന് പുറത്തേക്ക് വിടും. ഈ കഴിഞ്ഞ ഫെഡ് മീറ്റിംഗ്സിന്റെ പ്രത്യേകത എന്താണെന്നറിയോ, 1993 ശേഷം എനിക്ക് തോന്നുന്നു 2 ഗവർണേഴ്സ് ഡിസെന്റ് നോട്ട് ഇട്ടു എന്നാണ്. 93 ശേഷം ആദ്യമായിട്ടാണ് 2 ഗവർണർ, സാധാരണ ഇത് കൺസെൻസസിലാണ് ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യുന്നത്, 2 ഗവർണേഴ്സ് ഒരു ഡിസെന്റ് ഇട്ടു എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അതുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ മിനിറ്റ്സിൽ അറിയാം. ആ മിനിറ്റ്സ് ഇന്ന് ലേറ്റർ ഈവനിങ്ങിൽ വരും എന്നുള്ളതാണ്. ബോണ്ട് ഈൽഡ് ഏതാണ്ട് ഡിപ്ഡ് 3 basis points. അപ്പോൾ എനിക്ക് തോന്നുന്നു ജാക്സൺ ഹോൾ സിമ്പോസിയത്തിന് മുമ്പെയാണ് ഏതാണ്ട് 4.31% ആണ് 10-year yield എന്നാണ്. ഓയിൽ ഏതാണ്ട് ഫെൽ ടു ഏതാണ്ട് $66 per barrel എന്നുള്ള രീതിയിലാണ്. പിന്നെ ട്രംപ് ഒന്ന് ഏർജ് ചെയ്തിരിക്കുന്നു പുട്ടിനോടും സെലസ്കിയോടും, നിങ്ങൾ ഈ പീസ് ടോക്ക് വരുന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യണം, ഇത്ര സ്റ്റിഫായിട്ട് നിൽക്കരുതെന്നൂടെ പറയുന്നു. പിന്നെ S&P നമ്മുടെ ഇവിടെ ഒരു BBB അപ്ഗ്രേഡ് എന്നല്ലോ, അതേപോലെ റീഅഫേംഡ് US ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ക്രെഡിറ്റ് റേറ്റിംഗ് ടു AA+ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ സൈഡ് ചുറ്റുവട്ടത്ത് നടക്കുന്നു എന്നുള്ളതാണ്.
സ്കോട്ട് ബെസൻ്റ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അതായത് സ്കോട്ട് ബെസൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പുള്ളി പറയുകയുണ്ടായി, അതായത് സെപ്റ്റംബർ 1 ഈ ജെറോം പവലിന് വേണ്ടിയിട്ടുള്ള റിപ്ലേസ്മെൻറ്റിൻ്റെ ഒരു എന്താ പറയുക ഒരു ഇൻ്റർവ്യൂ ഒക്കെ നടക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നിഫ്റ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ 2-3 കാര്യങ്ങളാണ് നിഫ്റ്റിയെ ഡ്രൈവ് ചെയ്ത ഒരു കാര്യം ഒന്ന് GST റാഷണലൈസേഷൻ ആയിരുന്നു, രണ്ടാമത് ഈ പറഞ്ഞ പോലെ ചൈനയായിട്ട് നമ്മുടെ ജാസ്മിൻ പറഞ്ഞ പോലെ തന്നെ ചൈനയായിട്ടുള്ള ആ ഒരു ടെൻഷൻസ് ഒന്ന് ഈസി ചെയ്യുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമുക്കറിയാലോ. അതായത് ഇപ്പോൾ ടാരിഫ് കാരണം ഒരു ക്ലൗഡ് ഉണ്ടായിരിക്കുന്ന ഇന്ത്യൻ എക്കണോമിയെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ കൺസംഷൻ തന്നെ ഡ്രൈവ് ചെയ്യണം. ഏതാണ്ട് 58-62% നമ്മുടെ ഇന്ത്യയുടെ GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഡൊമസ്റ്റിക് കൺസംഷനാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഡൊമസ്റ്റിക് കൺസംഷൻ നന്നായിട്ട് പോകണം എന്നുണ്ടെങ്കിൽ സപ്ലൈ സൈഡ് മെഷേഴ്സും ഉണ്ടാവണം, ഡിമാൻഡ് സൈഡ് മെഷേഴ്സും ഉണ്ടാവണം. ഡിമാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ആ എക്കണോമിയെ ഒന്ന് പമ്പപ്പ് ചെയ്യാനുള്ള ഡിമാൻഡ് എന്താ പറയുക ഒരു കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തു എന്നുള്ളതാണ്. നമുക്കറിയാം ഇൻകം ടാക്സ് റേറ്റ് കട്ട് 12 lakhs കൊണ്ടുവന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് മാത്രമല്ല RBI റേറ്റ് കട്ട് ചെയ്തപ്പോൾ EMI കുറഞ്ഞു. അപ്പോൾ നമ്മൾ അടച്ചുകൊണ്ടിരിക്കുന്ന ലോണിൻ്റെ ബാധ്യത കുറയും, പുതിയതായിട്ട് എടുക്കാൻ പോകുന്ന ലോണിൻ്റെ ഹെഡേക്ക് കുറച്ചുകൂടി കുറയുകയും കൂടെ ചെയ്തപ്പോൾ ജനങ്ങളുടെ കയ്യിൽ കൂടുതൽ കാശ് വന്നു. അപ്പോൾ ഇതൊക്കെ ഡിമാൻഡ് സൈഡിൽ നമ്മൾ കൊടുത്ത ഒരു ഇംപെറ്റസോ സ്റ്റിമുലസ് ആണ് എക്കണോമിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു പുഷാണ്. ഇനി സപ്ലൈ സൈഡിൽ ശരിക്കും പറഞ്ഞാൽ എന്താ ഗവൺമെൻറ് ചെയ്യേണ്ടത്, അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമുക്ക് എല്ലാ രാജ്യങ്ങളായിട്ടും ട്രേഡ് നന്നായിട്ട് പോകണമെന്നില്ല, നമുക്ക് റോ മെറ്റീരിയൽസ് തരുന്ന, അതായത് ഇന്ത്യയുടെ ബിസിനസ്സുകൾക്കും ഇന്ത്യൻ എക്കണോമിയുടെയും ബാക്ക് എൻഡിൽ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യണമല്ലോ, റോ മെറ്റീരിയൽ. ഇപ്പോൾ APIs ഒക്കെ നമുക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ ഫാർമ കമ്പനിക്ക് ഒരുപാട് കെമിക്കൽസ് നമുക്ക് ചൈനയിൽ നിന്ന് വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഓട്ടോമൊബൈൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ റെയർ എർത്ത് മാഗ്നറ്റ്സ് വരണമെന്നുണ്ട് അല്ലേ. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന രാജ്യങ്ങളായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പിൽ പോവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ വരുന്ന രാജ്യങ്ങൾ ഏതാ? ചൈന, ജപ്പാൻ, കൊറിയ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളാണ്. അത് ഏതാണ്ട് ചൈനയായിട്ടുള്ള കാര്യങ്ങളൊന്ന് ഈസാവുന്നു എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. അത് മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് കൊടുത്തു എന്നുള്ളതാണ്. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഡിമാൻഡ് സൈഡിൽ മാത്രമല്ല സപ്ലൈ സൈഡിലും ഭയങ്കരമായിട്ട് വരും. അതായത് കമ്പനികളാണല്ലോ പ്രോഡക്ട്സ് നമ്മൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ പ്രോഡക്റ്റിനെ പ്രൈസ് ചെയ്യണം എങ്ങനെ? അവരുടെ കോസ്റ്റ് ബേസ് ചെയ്ത്, അവരുടെ എക്സ്പെൻസസ് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ ആ എക്സ്പെൻസിൻ്റെ ഒരു വലിയൊരു ഭാഗം ചിലപ്പോൾ ഒരു ബാങ്ക് ലോൺ ആയിരിക്കാം, അതായത് കോസ്റ്റ് ഓഫ് ഫണ്ട്സ് ആയിരിക്കാം, കോസ്റ്റ് ഓഫ് മണി ആയിരിക്കാം. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഇവരുടെ ബാധ്യത കുറയുമ്പോൾ പ്രോഡക്റ്റിൻ്റെ പ്രൈസ് കുറയും എന്നുള്ളത്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു സപ്ലൈ സൈഡ് മെഷറും കൂടെ ആണെന്നുള്ളതാണ്. അത് മാത്രമല്ല ഗവൺമെൻറ് ചെയ്യാവുന്ന വേറൊരു കാര്യം ഈ ഓയിൽ പ്രൈസസ് ലോ ആയിട്ട് കീപ്പ് ചെയ്യുക. കാര്യം ഇന്ത്യ എന്ന് പറയുന്ന എക്കണോമിക്കും ഇന്ത്യയുടെ ബിസിനസ്സുകൾക്കും വളരെ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ലോജിസ്റ്റിക്സിനും സപ്ലൈ ചെയിനും ഒക്കെ അല്ലെങ്കിൽ ഇൻഫ്ലേഷനെയും ഇൻട്രസ്റ്റ് റേറ്റിനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻ്റ് ആണ് ഓയിൽ എന്ന് പറഞ്ഞാൽ. ഓയിലിനെ കുറച്ച് തന്നെ നിർത്തുക എന്നുള്ളത് അതിപ്പോഴും ഇന്ത്യ ചെയ്യുന്നു. അതായത് US ആയിട്ടുള്ള ട്രേഡ് വരെ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ റഷ്യൻ ക്രൂഡ് എടുക്കുന്നത് എന്നുള്ള. അപ്പോൾ അവിടെയും ഗവൺമെൻറ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇടപെടണമെന്നുള്ളതാണ്. പിന്നെ RBIക്ക് കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ബാങ്ക്സ് ആയിട്ട് നിന്ന് ലിക്വിഡിറ്റി, അതായത് ബാങ്കിൻ്റെ കയ്യിൽ കൂടുതൽ ലിക്വിഡിറ്റി കൊടുത്ത് ചെറിയ ഇൻട്രസ്റ്റ് റേറ്റിൽ ബിസിനസ്സുകൾക്കും അതുപോലെ കൺസ്യൂമേഴ്സിനും കൊടുത്ത് എക്കണോമിയെ കിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ റുപ്പി സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള RBIയുടെ പോളിസിയും കൂടെയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സപ്ലൈ സൈഡ് മെഷേഴ്സ് ആയിട്ട് വരുന്നു എന്നുള്ള. SBIയുടെ ഒരു റിപ്പോർട്ട് വന്നു, സൗമ്യകാന്തി ഘോഷിൻ്റെ റിപ്പോർട്ടാണ്. അതിനകത്ത് പറയുന്നൊരു കാര്യം എന്തറിയോ, നമുക്ക് ഈ GST റാഷണലൈസേഷൻ കാരണം നമുക്ക് ഒരു കൊല്ലം വരാൻ പോകുന്ന ഷോർട്ടേജ് ഇയർലി 85,000 crores ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ അതിൻ്റെ കുറേ നമ്മൾ ഏതാണ്ട് ഒരു ക്വാർട്ടർ 2 ക്വാർട്ടർ അവസാനിക്കാറായി. ഇനിയുള്ള ബാക്കിയുള്ള ഫിസ്ക്കലിൽ നമുക്ക് വരാൻ പോണ ഹിറ്റ് ചിലപ്പോൾ 45,000 കോടി ആയിരിക്കും എന്നുള്ളതാണ്. പക്ഷേ 45,000 കോടി നമുക്ക് വലിയ രീതിയിൽ അഫക്റ്റ് ചെയ്യില്ല. കാര്യം ഒരു കൺസംഷൻ ബൂസ്റ്റ് ഏതാണ്ട് 5.5 lakh crore ആണ് വരുന്നത്. അതായത് ഈ GST റാഷണലൈസേഷൻ കൂടെ. അത് മാത്രമല്ല ഈ GST പല സ്ലാബുകൾ വരുന്നുണ്ടല്ലോ. ഈ സ്ലാബുകളെല്ലാം കൂടെ അഗ്രിഗേറ്റ് ചെയ്ത് നമ്മളൊരു ആവറേജ് റേറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ആവറേജ് GST റേറ്റ് ഏതാണ്ട് 9.5% വരുന്നതാണ്. അപ്പോൾ ഈ 9.5% എക്സ്ട്രാ വരുന്ന ഒരു കൺസംഷൻ ബൂം ഉണ്ടല്ലോ, 5.5 lakh crore നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 55,000 crore റവന്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഒരു കൊല്ലം 85,000 crores ആണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇനിയുള്ള മാസങ്ങളിൽ 45,000 കോടിയാണ് നഷ്ടപ്പെടുന്നത് പോലും ഏതാണ്ട് 55,000 crore റവന്യൂ വന്നിട്ട് അതിനെ കോമ്പൻസേറ്റ് ചെയ്യും. അതുകൊണ്ട് GDPക്ക് വലിയ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അത് മാത്രമല്ല അങ്ങനെ നമ്മൾ SBIയുടെ റിപ്പോർട്ട്, ഇപ്പോൾ സൗമ്യകാന്തി ഘോഷ് എന്ന് പറയുന്നത് ശരിക്കും പ്രൈം മിനിസ്റ്റേഴ്സിൻ്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലിലെ മെമ്പറും കൂടെയായിരുന്നു. അതായത് 18th ഫിനാൻഷ്യൽ കമ്മീഷൻ്റെ മെമ്പറും കൂടെയാണ്. അതുപോലെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ടു SBI ആണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പീരിയൻസ്. അദ്ദേഹത്തിൻ്റെ ആ റിപ്പോർട്ട് നമ്മൾ ബിലീവ് ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ RBI ചിലപ്പോൾ ഒരു 25 to 50 basis points കൂടെ ഇൻട്രസ്റ്റ് റേറ്റിൽ കട്ട് ചെയ്തേക്കാം എന്നുള്ളതാണ്. ഇതിൽ ജാസ്മിൻ ചോദിച്ച ഒരു കാര്യമുണ്ടല്ലോ, അതായത് നമ്മൾ എന്താണ് ഈ ഇന്ത്യ ചൈന ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ്, ഒരു 2 മിനിറ്റിൽ ഞാനത് പറഞ്ഞു തീർക്കാം. അതായത്
ഈ റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെയും ഫെർട്ടിലൈസേഴ്സിൻ്റെയും കാര്യത്തിലാണല്ലോ നമ്മളിപ്പോൾ സംസാരിച്ചേക്കുന്നതെന്നുള്ള എനിക്കൊരു സംശയം. ഞാനിത് ജസ്റ്റ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റ് കുറേ നാളായിട്ട് ഒരു ടൈം കറക്ഷനിൽ കൂടെയും ഒരു പ്രൈസ് കറക്ഷനിലും കൂടെ പോയി അല്ലേ. കഴിഞ്ഞ ഒക്ടോബർ സെപ്റ്റംബറിൽ തുടങ്ങിയ ഒരു കറക്ഷനായി. നമ്മൾ ഏതാണ്ട് ഒരു കൊല്ലത്തോളം ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റ് ആ ലെവലിലേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള. അതിനകത്ത് ടൈം ഏതാണ്ട് 10-11 മാസമുള്ള കറക്ഷനായി. പ്രൈസിലും നല്ല രീതിയിൽ കറക്ഷനായി. ഇനി ഇവിടെ നിന്ന് ഇതെല്ലാം കൺസോൾഡേറ്റ് ചെയ്ത് നമുക്ക് ആ ഒരു എല്ലാ പ്രൈസിനും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചൊരു മാർക്കറ്റ് തിരിച്ചൊന്ന് തിരിയുമല്ലോ. ഈ തിരിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ദ ലീഡേഴ്സ് ഓഫ് യെസ്റ്റർഡേയ്സ് ബുൾ മാർക്കറ്റ് മേ നോട്ട് ലീഡ് ദ നെക്സ്റ്റ് ബുൾ മാർക്കറ്റ് അല്ലേ. ഇനി അങ്ങോട്ട് കാര്യങ്ങൾ GST റാഷണലൈസേഷൻ, ചൈനയായിട്ടുള്ള നല്ല ബന്ധം, എനിക്ക് തോന്നുന്നു US ആയിട്ടുള്ള ട്രേഡ് ഇഷ്യൂസും നമ്മൾ സെറ്റിൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ ഇന്ത്യൻ എക്കണോമിയിൽ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഏതൊക്കെ സെക്ടറും സ്റ്റോക്കും ആയിരിക്കാം ഇനി നന്നായിട്ട് പെർഫോം ചെയ്യണമെന്നുള്ളത്. ഇവിടെയാണ് എനിക്ക് തോന്നുന്നു ഈ ചൈനയായിട്ടുള്ള റിലേഷൻഷിപ്പ് നന്നായാൽ എനിക്ക് തോന്നുന്നു വെച്ചാൽ എങ്ങനെയാണോ മാഗ്നിഫിസൻറ്റ് 7 നാസ്ഡാക്കിനെ പവർ ചെയ്ത് US സ്റ്റോക്ക് മാർക്കറ്റിനെ എക്കണോമിയെ പവർ ചെയ്തത്, അതേപോലെ ഇന്ത്യക്ക് ഈ ഗ്ലോബൽ സെമി കണ്ടക്ടർ സപ്ലൈ ചെയിനിൽ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ 140 crore പോപ്പുലേഷനും ലാർജസ്റ്റ് മൊബൈൽ കൺസ്യൂമിങ് അതായത് മൊബൈൽ കണക്ടിവിറ്റി കൺസ്യൂമിങ്ങും ആയിട്ടുള്ള ഒരു രാജ്യമാണ്. നമ്മുടെ ഇവിടെ ശരിക്കും പറഞ്ഞാണ്ടല്ലോ വലിയൊരു ഷിഫ്റ്റ് വരുന്നുണ്ടോയെന്ന് സംശയമുണ്ട്. അതായത് ഈ ന്യൂ ഏജ് ടെക്നോളജി കമ്പനീസ് ഇൻ ഇന്ത്യ ആർ ദേ പ്രിപ്പയറിംഗ് ദംസെൽഫ് ഫോർ എ ബുൾ റൺ. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല ഇന്നലെ 8% കയറി. ഓല ഈ പറയുന്ന പോലെ നമുക്കറിയാമല്ലോ ന്യൂ ഏജ് ടെക്നോളജിയാണ്. അവരുടെ ബാക്ക് എൻഡ് കുറച്ച് ചൈനയായിട്ട് ഡിപ്പെൻഡൻ്റ് ആണ്. ബാറ്ററി മാനുഫാക്ചറും കൂടെയാണ്, ഓട്ടോമൊബൈൽ മാനുഫാക്ചർ, EV മാനുഫാക്ചർ മാത്രമല്ല എന്നുള്ള 8% യെസ് എക്സാക്ട്ലി. അപ്പോൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ നമ്മൾ ഓലനെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളത് നമ്മുടെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്കായിട്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾ സെഗ്മെൻറ്റിൽ, സോളാർ എനർജിയുടെ സെഗ്മെൻറ്റിൽ, ഡിഫൻസിൻ്റെ സെഗ്മെൻറ്റിൽ, സെമി കണ്ടക്ടറിൻ്റെ സെഗ്മെൻറ്റിൽ, ഡേറ്റ സെഗ്മെൻറ്റിൻ്റെ സെഗ്മെൻറ്റിൽ, ഓട്ടോമൊബൈൽ ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ സെഗ്മെൻറ്റിൽ ഈ പല രീതിയിലും ന്യൂ ഏജ് ടെക്നോളജി കമ്പനീസിന് വലിയൊരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് വളരെ ഒരു സംശയം. ഇപ്പോൾ ലാർസൻ ആൻഡ് ടുബ്രോനെ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ അവതരിപ്പിച്ച സ്റ്റോക്കാണ് അല്ലേ. ഇപ്പോൾ ലാർസൻ ആൻഡ് ടുബ്രോ എന്ന് പറഞ്ഞാൽ ജനറലി ട്രഡീഷണലി അവർ EPC കമ്പനിയാണ്, എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് ആൻഡ് കൺസൾട്ടിംഗ് കമ്പനിയാണ്. അവർ ഇപ്പോൾ വരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് ഞാൻ റിപ്പോർട്ട് വാങ്ങിച്ചാൽ 1.5 ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് അവർ ഉദ്ദേശിക്കുന്നത്. എവിടെ? ന്യൂ ഏജ് ടെക്നോളജിയായ സെമി കണ്ടക്ടർ, ഡേറ്റാ സെൻറ്റർ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ LNT ആണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ എക്കണോമിയെ കറക്റ്റായിട്ട് മിറർ ചെയ്യുന്നത്. അതായത് ആ പഴയ ബിസിനസ്സുകൾ അതിൽ പ്രോഫിറ്റബിൾ മാത്രം അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു, അല്ലാത്തതിനെയൊക്കെ അവർ ഹൈ ഓഫ് ചെയ്ത് കളയുന്നു. അത് മാത്രമല്ല ന്യൂ ഏജ് ടെക്നോളജിയിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യണു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഷിഫ്റ്റ് അതിൻ്റെ ബിസിനസ് മോഡലിലും കാണുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആർ വി ഇൻ ഫോർ എ ഹ്യൂജ് shift from the traditional business to new age businesses, which is driving the global semiconductor growth, artificial intelligence capability, defense capability, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ കമ്മ്യൂണിക്കേഷൻ കേപ്പബിലിറ്റി, ഇത് എല്ലാം ഡ്രൈവ് ചെയ്യുന്ന രീതിയിലേക്ക് ഒരു ഷിഫ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ ഓല 2 ദിവസമായിട്ട് കയറിയിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ ഓട്ടോമൊബൈൽ കമ്പനിയും ഇപ്പോൾ ഇലക്ട്രിക് വെഹിക്കിൾസ് നടത്തുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഓല മാത്രം കയറിയത്, ഇത്രയും കയറിയത്? ബാക്കിയുള്ള കമ്പനികൾ കയറിയെങ്കിലും ഓല മാത്രം ഇത്രയും കയറിയത് എന്തുകൊണ്ടാണ്? Does this show the starting of a ന്യൂ പോക്കറ്റ് ഓഫ് വാല്യൂ ക്രിയേഷൻ? അതായത് പുതിയ രീതിയിൽ എങ്ങനെയാണോ നമുക്ക് ഈ PLI സ്കീംസ് ലാസ്റ്റ് 4 to 5 ഇയേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കര ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്തത്, അതായത് ഇപ്പോൾ ഈ ഡിക്സൺ ടെക്നോളജിയൊക്കെ വന്ന പോലെ ഈ സെമി കണ്ടക്ടർ, ഡേറ്റാ സെൻറ്റർ അല്ലെങ്കിൽ ഡിഫൻസ് സെഗ്മെൻറ്റിൽ ഈ പറയുന്ന പോലെ ഒരു പുതിയ ഒരു സ്റ്റാർട്ടിംഗ് ആണോ ഇതെന്നുള്ളത് അറിയില്ല. ടു ഏർലി ടു സേ. ആ സെക്ടർ റൊട്ടേഷനാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് വെക്കേണ്ടത് എന്നുള്ളത് ഒന്ന് പറഞ്ഞു വെക്കണം. അപ്പോൾ ഇതാണ് ഇന്ത്യയും ചൈനയും തമ്മിൽ റിലേഷൻഷിപ്പ് മാറിക്കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ റെയർ എർത്ത് മാഗ്നറ്റ്സിനൊന്നും നമുക്കിപ്പോൾ പറ്റില്ല. കാര്യം ചൈനയാണ് 90% റെപ്പോസിറ്ററിയും ഹോൾഡ് ചെയ്യണമെന്നുള്ള. ബട്ട് അത് വെച്ച് ഉണ്ടാക്കാവുന്ന സാധനങ്ങളുടെ കേപ്പബിലിറ്റിയിൽ ചിലപ്പോൾ ഇന്ത്യക്ക് നന്നായിട്ട് സ്കോർ ചെയ്തേക്കാം. സോ വാച്ച് ഔട്ട് ദിസ് സ്പേസ് എന്നുള്ളതാണ്. സുരജ് സാർ, ഏതായാലും നമ്മൾ ഇന്ത്യ ചൈന റിലേഷൻഷിപ്പിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇന്ത്യക്കും ചൈനയ്ക്കും ഇടയിലുള്ള മഞ്ഞുരുകുന്നു. കൂടുതൽ കാര്യങ്ങളിൽ, കൂടുതൽ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഒരു ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്നു എന്നുള്ള രീതിയിലേക്കാണ് പറഞ്ഞു വന്നത്. ഏതായാലും ഈ ഒരു ആംഗിളിൽ പ്രത്യേകിച്ച് നമ്മൾ സെമി കണ്ടക്ടർ, ഓലയുടെ കാര്യം അടക്കം ധാരാളം പറഞ്ഞു. മറ്റ് പ്രധാനപ്പെട്ട ഏതൊക്കെ സെക്ടേഴ്സിൽ ഒരു ഫോക്കസ് വരും എന്നാണ് സാർ കരുതുന്നത്? ജാസ്മിൻ, അതിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് നമ്മുടെ ഒരു പ്രേക്ഷകൻ എപ്പോഴും PG ഇലക്ട്രോപ്ലാസ്റ്റിനെ കുറിച്ച് ചോദിക്കുക. എനിക്ക് തോന്നുന്നു അതിന് F&Oയിൽ ഒരു ബാൻ ഉണ്ടായിരുന്നു, അത് മാറി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇന്ന് 4% അപ്പായിരുന്നു PG ഇലക്ട്രോപ്ലാസ്റ്റ് എന്നുള്ളത്. ആ സ്റ്റോക്കിന് നെഗറ്റീവായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ബിസിനസ്സിൽ എന്നുള്ളത്. എനിക്ക് തോന്നുന്നു F&O ബാൻ
ആയിരിക്കണം ഒരു പക്ഷേ ആ സ്റ്റോക്കിനെ ഒന്ന് പിടിച്ചു നിർത്തിയിരുന്നത് എന്നുള്ളതാണ്. പിന്നെ അത് കൂടാതെ തന്നെ ഇന്ന് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഈ GST റാഷണലൈസേഷനെ കുറിച്ചൊക്കെ സംസാരിച്ചപ്പോൾ ഇന്ന് ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. അതിലാണ് ഈ പറഞ്ഞ പോലെ ഈ GSTയുടെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യം വെച്ചാൽ ഇൻഷുറൻസ് പ്രോഡക്ട്സിനുള്ള ഒരു GSTയെ കുറിച്ചൊന്നൊരു സംസാരം വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റോക്ക് മാർക്കറ്റിൽ ഈ പറഞ്ഞ പോലെ ഇൻഷുറൻസ് കമ്പനിയും കൂടെ ഒന്ന് ക്ലോസ്ലി വാച്ച് ചെയ്യണം എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇന്ത്യ ചൈന ബെനിഫിറ്റ് ചെയ്യുന്ന ആ സെക്ടറിൽ വരുന്നതിന് മുമ്പേ ഞാൻ ജസ്റ്റ് ഒന്ന് സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് ഞാനൊന്ന് പറഞ്ഞു വെക്കാം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാലോ, അതായത് കൺസംഷൻ ആണ് ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യാനായിട്ട് ഇന്ത്യ ശ്രമിക്കുന്നത്. കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് കൺസംഷൻ ഡ്രൈവ് ചെയ്യണം എന്നാണ്. അപ്പോൾ നമുക്ക് പൊതുവേ അതിന് സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വന്നു. അതായത് 12 ലക്ഷത്തിൻ്റെ ഇൻകം ടാക്സ് കട്ട്, അതുകൂടാതെ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട്. ഈ 2 കാര്യം കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു കൺസംഷൻ ഡ്രൈവ് ചെയ്യണമായിരുന്നു ശരിക്കും. എങ്കിലും നമ്മൾ നോക്കുമ്പോൾ ഇന്ത്യയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പല ഡേറ്റ അനുസരിച്ചും റൂറൽ കൺസംഷൻ നന്നായിട്ട് പോകണമെങ്കിലും അർബൻ കൺസംഷൻ വലിയ രീതിയിൽ പിക്കപ്പ് ചെയ്തിരുന്നില്ല. അപ്പോൾ അതിൻ്റെ അങ്ങനെ ഒരു അൺസർട്ടനിറ്റി നിൽക്കുന്ന സമയത്താണ് എനിക്ക് തോന്നുന്നു ഈ ടാരിഫിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഒന്ന് കുഷനിങ് ചെയ്യാനാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, ഒരു ലോങ് പ്രോസസ്സായിട്ട് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. നിർമ്മല സീതാരാമൻ എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററും നമ്മുടെ പ്രൈം മിനിസ്റ്ററും ഒക്കെ പലയിടത്തും പറഞ്ഞിരുന്നു GST റേറ്റിന് ഒരു റാഷണലൈസേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലോങ് ഹോളിൽ ഒരു തോട്ട് പ്രോസസ്സും ഉണ്ടായിരുന്നു. അതുകൂടാതെ എനിക്ക് തോന്നുന്നു ഈ ടാരിഫിൻ്റെ പ്രഷറും കൂടി വന്നപ്പോൾ GST റാഷണലൈസേഷൻ സംഭവിച്ചിരിക്കുന്നു. ഏതാണ്ട് ഒക്ടോബർ മുതലായിരിക്കും എന്നുള്ള. അപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു ഐസിങ് ഓൺ ദ കേക്കായി ഈ കൺസംഷൻ സ്റ്റോറികളിലേക്ക്. അപ്പോൾ തീർച്ചയായിട്ടും അത് ബെനിഫിറ്റ് ചെയ്യുന്ന ഒരു സെക്ടർ എന്ന് പറയുന്നത് എന്താ പറയുക, നമ്മുടെ ഒരു ഹൗസ് ഹോൾഡ് ഐറ്റംസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ് സെക്ടർ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമൊന്നും അതിനകത്ത് ഇല്ല എന്നുള്ള. എനിക്കൊന്നും ഈ വിശാൽ അങ്ങനെ എനിക്ക് തോന്നുന്നു കുറേ കമ്പനികളൊക്കെ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ട്രേഡിംഗ് നടത്തുന്നുണ്ടെന്നാണ്. പക്ഷേ ഈ പറയുന്ന പോലെ ഒരു നല്ലൊരു ബ്രാൻഡ് ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ചെറിയൊരു പ്രോബ്ലമായിട്ട് കിടക്കുന്ന ഒരു കമ്പനിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിയാണ് വേൾപൂൾ ഇന്ത്യ എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ വേൾപൂളിന് ശരിക്കും പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് കുറച്ച് സിറ്റുവേഷൻസ് കാരണം അതിൻ്റെ സ്റ്റോക്കിന് വലിയ ഫ്ലേവറോ അല്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു പെർഫോമറോ ആയിരുന്നില്ല എന്നാണ്. എന്നാൽ വേൾപൂൾ എന്ന് പറഞ്ഞാൽ ചില്ലറ കമ്പനിയൊന്നുമല്ല. അതായത് അമേരിക്കൻ മൾട്ടിനാഷണൽ കമ്പനി ആണ് അതിൻ്റെ പേരൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ കമ്പനി, അതിൻ്റെ ഇന്ത്യൻ സബ്സിഡറിയാണ് ഈ വേൾപൂൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ആ ശരിക്കും പറഞ്ഞാൽ ഈ GST റാഷണലൈസേഷൻ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏതായിരിക്കാം? റെഫ്രിജറേറ്റേഴ്സ്, എയർ കണ്ടീഷൻസ്, വാഷിംഗ് മെഷീൻസ്, മൈക്രോവേവ്, ഇങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യണം. വേൾപൂൾ എന്ന് പറയുന്ന കമ്പനിക്ക് ഏറ്റവും കൂടുതൽ പ്രോഡക്ട്സ് ഇതിൻ്റെയാണ് എന്നുള്ളതാണ്. റെഫ്രിജറേറ്റേഴ്സിലാണ് അവർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതായത് ഇത്രയും പ്രോഡക്ട്സ് 28% സ്ലാബിൽ നിന്ന് ഏതാണ്ട് 18% സ്ലാബിലേക്ക് മാറുകയാണ്. അതിൻ്റെ കൂടെ തന്നെ 12 lakhs വരെയുള്ള IT-യുടെ ഒരു ബെനിഫിറ്റ് വരുന്നു, ഇൻട്രസ്റ്റ് റേറ്റ് കട്ടും കൂടെ വരുന്നു എന്നുള്ളത് വളരെ അഡ്വാൻറ്റേജ് ആയിട്ട് വേൾപൂൾ പോലെയുള്ള കമ്പനിക്ക് മാറിയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ വേൾപൂൾ കമ്പനിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ, അതുപോലെ ഇതിൻ്റെ ഒരു സ്റ്റോറി എന്താണെന്നറിയോ, ഇപ്പോൾ 28% നിന്ന് 18% കുറച്ചില്ലേ. എനിക്ക് തോന്നുന്നു ഈ പല പ്രോഡക്റ്റ് കമ്പനി, അതായത് വേൾപൂള്, LG, സാംസങ്, പാനസോണിക്, ബോഷ്, സീമെൻസ്, ഇവരൊന്നും കംപ്ലീറ്റ് റിഡക്ഷനും കസ്റ്റമേഴ്സിലേക്ക് പാസ് ഓൺ ചെയ്യുമെന്ന് തോന്നുന്നില്ല. കുറച്ച് അവർ കയ്യിൽ വയ്ക്കും, എന്നിട്ട് അവരുടെ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യിക്കാൻ പോകുന്ന ഒരു ബിസിനസ് സൈക്കിളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. കംപ്ലീറ്റും കസ്റ്റമറിന് കൊടുക്കണമെന്നില്ല. അപ്പോൾ ഈ ഇൻഡസ്ട്രി പൊതുവേ ഒരു നെഗറ്റീവായിട്ട് നിൽക്കുമായിരുന്നല്ലോ. ഇപ്പോൾ ബ്ലൂ സ്റ്റാർ ഒന്നും വിചാരിക്കുന്ന പോലെ, വോൾട്ടാസും ബ്ലൂ സ്റ്റാറും ഒന്നും വിചാരിക്കുന്ന പോലെ ഒന്നും സമ്മറിൽ AC സെല്ലായി പോയില്ല. അപ്പോൾ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വരുന്ന റിഡക്ഷൻ കംപ്ലീറ്റ് ആയിട്ട് ജനങ്ങൾക്ക് പാസ് ഓൺ ചെയ്യണമെന്നില്ല. കുറച്ച് അവർ റീറ്റെയിൻ ചെയ്ത് അവരുടെ പ്രോഫിറ്റ് മാർജിൻ ഇൻക്രീസ് ചെയ്യാനുള്ള ചാൻസസ് ആണ് നമ്മൾ സാധാരണ കാണണമെന്നില്ല. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ വേൾപൂളിന് ഒരു ടെയിൽ വിൻഡായിട്ട് വരും എന്നുള്ളതാണ്. അപ്പോൾ വേൾപൂൾ എന്തുകൊണ്ടാണ്, വേൾപൂളിന് 2-3 റീസൺസ് ഉണ്ടായിരുന്നു വേൾപൂൾ ഒരു അണ്ടർ പെർഫോമർ അല്ലെങ്കിൽ വലിയ രീതിയിൽ പെർഫോം ചെയ്യാതെ നിൽക്കാനായിട്ടുള്ള കാരണം. ഒന്നെന്ന് പറയുന്നത് ഇവർ കൂടുതലും റെഫ്രിജറേറ്ററിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. റെഫ്രിജറേറ്റർ ആണെങ്കിൽ വലിയ നല്ല രീതിയിൽ കോമ്പറ്റീഷനും വന്ന കാരണം വേൾപൂളിന് ഭേദപ്പെട്ട ഒരു അടി അതിനകത്ത് കിട്ടിയെന്നുള്ള. രണ്ടാമത് അവർ AC സെഗ്മെൻറ്റിൻ്റെ പ്രീമിയം സെഗ്മെൻറ്റിൽ ഇവർ അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കമ്പനികൾക്ക് നല്ല സെയിൽസ് ഗ്രോത്തും ഏർണിങ്സും കിട്ടിയപ്പോൾ വേൾപൂളിന് അവിടെ ഒരു പ്രോബ്ലം ഉണ്ടായിപ്പോയി എന്നുള്ളതാണ്. പിന്നെ മൂന്നാമത് വന്ന് ഇവരെ പാരൻറ്റ് കമ്പനിയായ വേൾപൂൾ കോർപ്പറേഷൻ്റെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതായത് അവർക്കൊരു ഗ്ലോബൽ റീസ്ട്രക്ചറിങ് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പല ബിസിനസ്സുകളും അവർ വിറ്റു പോകുന്നു പല രാജ്യങ്ങളിലെ. അതുമാത്രമല്ല അവർ കുറേ ഡെപ്റ്റ് കുറയ്ക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ള. അപ്പോൾ ആ ഒരു കാരണത്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഫെബ്രുവരി 2024 ഈ വേൾപൂൾ കോർപ്പറേഷൻ ഉണ്ടല്ലോ, അതായത് US കമ്പനി, ഇന്ത്യൻ ആമിൽ വേൾപൂൾ ഇന്ത്യയിൽ
പ്രക്രിയയിൽ അവർ എനിക്ക് തോന്നുന്നു 24% സെല്ല് ചെയ്ത് ഏതാണ്ട് 3880 കോടി അവർ റേസ് ചെയ്തു. എനിക്ക് തോന്നുന്നു ഇന്ന് അവരുടെ പാരൻറ്റ് കമ്പനിയുടെ ഡെപ്റ്റൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അവർ റേസ് ചെയ്തതെന്നുള്ളത്. അവരുടെ ഷെയർ ഹോൾഡിംഗ് ഏതായാലും 75% ഷെയർ ഹോൾഡിംഗ് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 51% കുറഞ്ഞു എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ അവർ ഈ 50-ൽ നിന്ന് 20 കുറയ്ക്കാനുള്ള ഒരു ഇൻറ്റൻറ്റും കൂടെ അവർ പറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാനന്ന് ഉറ്റുനോക്കിയിരുന്നത് ഹാവൽസോ അല്ലെങ്കിൽ റിലയൻസോ ഈ കമ്പനിയെ മേടിച്ചിട്ട് പോകും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു അവരൊക്കെ ഇൻട്രസ്റ്റ് പ്രകടിപ്പിക്കുകയും ചെയ്താണ് വേൾപൂളിനെ മേടിക്കാനായിട്ട്. പക്ഷേ വാല്യുവേഷനിൽ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നാമത് ലിസ്റ്റഡ് കമ്പനികളായിരുന്നല്ലോ ഈ ഹാവൽസും റിലയൻസും ഒക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കോസ്റ്റ്ലി ലെവലിൽ വേൾപൂളിനെ പോയി മേടിക്കുകയാണെങ്കിൽ അവരുടെ സ്റ്റോക്കിന് ചിലപ്പോൾ ഒരു ഡീ റേറ്റിംഗ് വരുമെന്ന് പേടിച്ചിട്ടായിരിക്കാം അവരെനിക്ക് തോന്നുന്നു വാല്യുവേഷൻ കൺസേൺസ് കാരണം അവർ പിന്മാറി എന്നുള്ള ന്യൂസാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ ഇപ്പോൾ അടുത്ത കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇനിയിപ്പോൾ 51% നിന്ന് 21% കുറയ്ക്കുമല്ലോ. അപ്പോൾ 20%-ലാണെങ്കിലും ഇപ്പോഴത്തെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ വേൾപൂൾ കോർപ്പറേഷനാണ്. ബട്ട് ആ 20% ബാക്കിയുള്ള 20% കൂടെ മേടിക്കാൻ അല്ലെങ്കിൽ ഈ 51-ൽ നിന്ന് 20-ലേക്ക് കുറയ്ക്കുന്ന ആ പ്രക്രിയയിൽ ആ അഡീഷണൽ സെല്ലിംഗ് ആരെങ്കിലും അബ്സോർബ് ചെയ്യണ്ടോ എന്നുള്ളതാണല്ലോ നമ്മൾ നോക്കിയത്. ഹാവൽസോ റിലയൻസോ മേടിക്കുന്നുള്ളത്. ഇപ്പം നമുക്ക് മനസ്സിലായത് EQT എന്ന് പറയുന്ന ഒരു പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനിയും അതുകൂടാതെ ബെയിൻ ക്യാപിറ്റലും ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തി എന്നുള്ളതാണ്. ഈ ബെയിൻ ക്യാപിറ്റൽ ആരാണെന്നറിയോ? അടുത്ത കാലത്ത് മണപ്പുറത്തിനെ മേടിച്ചവരാണ് ഈ ബെയിൻ ക്യാപിറ്റൽ എന്ന്. അപ്പം മണപ്പുറം മേടിച്ച ബെയിൻ ക്യാപിറ്റൽ വേൾപൂളിനെയും കൂടെ എടുക്കുകയാണെങ്കിൽ വേൾപൂളിൻ്റെ സാധനങ്ങൾ ഫണ്ട് ചെയ്യാൻ മണപ്പുറം എന്ന് പറഞ്ഞാൽ NBFC ബാക്കിൽ ഉണ്ടാവുന്നുള്ള കാര്യം നമ്മൾ മറന്നു വരുന്നത്. അപ്പോൾ ബെയിൻ ക്യാപിറ്റലിനെ പോലുള്ള ഒരു പ്രൈവറ്റ് ഇക്വിറ്റി ഇന്ത്യയിൽ വന്ന് പല ബിസിനസ്സുകളും മേടിക്കുമ്പോൾ അതൊരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കരുത്. പലതും കണക്ട് ചെയ്തിട്ടായിരിക്കും അവർ ആലോചിക്കുന്നത് എന്നുള്ള. ഇപ്പോൾ പല ലൂലു കണക്റ്റിലും നമ്മൾ നന്ദിലത്ത് ജിമാർട്ടിലൊക്കെ പോകുമ്പോൾ എങ്ങനെയാണോ HDFC ബാങ്കിൻ്റെ ആൾക്കാരിരിക്കുന്നത്, ബജാജ് ഫിനാൻസിൻ്റെ ആൾക്കാരിരിക്കുന്നത്, അതേപോലെ ഇനി വേൾപൂളിൻ്റെ ഷോറൂമിലൊക്കെ ചെല്ലുമ്പോൾ ഇനി മണപ്പുറം ഫിനാൻസിൻ്റെ ആൾക്കാരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് അറിയില്ല എന്നുള്ളതാണ്. ഏതായാലും 24-25 ഇവർ റവന്യൂ 7,900 crores ആയിരുന്നു. വേൾപൂളിൻ്റെ നെറ്റ് പ്രോഫിറ്റ് 359 crores ആയിരുന്നു. ഏതാണ്ട് മാർക്കറ്റ് പ്രൈസ് 1287 അതായത് മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 16,300 കോടി മാർക്കറ്റ് ക്യാപ്പാണ്. ഈ ട്രെയിലിംഗ് 12 months PE നോക്കുകയാണെങ്കിൽ 45 PE ആണ്. അത് കമ്പനിയുടെ സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് ഇത്തിരി ചീപ്പാണെന്ന് പറയാം. ചാർട്ട് നല്ല ബെയറിഷ് ആയിട്ടാണ് കാണിക്കുന്നത് എന്നുള്ളത്, അതിനകത്ത് യാതൊരു സംശയവും ഇല്ല എന്നുള്ളതാണ്. ബെയറിഷ് ആയിട്ടാണ് കാണിക്കുന്നത്. ബട്ട് ഈവൻ ദെൻ നമ്മൾ സാധാരണ എന്തുകൊണ്ട് ഇങ്ങനത്തെ ബിസിനസ്സുകളെ സ്പോട്ട്ലൈറ്റ് അവതരിപ്പിക്കുന്നു വെച്ചാൽ ചിലപ്പോൾ ഈ എക്സലൻറ്റ് കമ്പനീസ് വൺ ഓഫ് ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി ഇഷ്യൂസ് കാരണമോ അത് മാർക്കറ്റിൽ ഒന്ന് ഡിപ്രസ്ഡ് ആയിട്ട് കിടക്കും. വേൾപൂള് നല്ലൊരു ക്ലാസിക് കമ്പനിയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൻ്റെ ടെമ്പററി ആയിട്ടുള്ള ഇഷ്യൂസ് ആയിരുന്നു അതിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നത്. അത് കാരണമാണ് ആ സ്റ്റോക്ക് വലിയൊരു പെർഫോമർ അല്ലാത്തതെന്നുള്ള. ഈ സ്റ്റോക്ക് നമ്മൾ റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ ആയിട്ടല്ല, GST റാഷണലൈസേഷൻ വന്നത് കാരണം ഒരു പ്യുവർ പ്ലേ കൺസ്യൂമർ ഡ്യൂറബിൾസ് കമ്പനി നമ്മുടെ മുന്നിൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയുടെ സബ്സിഡറി ഉണ്ടെന്നുള്ളതും അതിന് കുറച്ച് ടെയിൽ വിൻസ് അതിൻ്റെ പുറകിലും ഉണ്ട് എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ് ഈ സ്റ്റോക്കിന്റെ പ്രത്യേകത. കമ്മിങ് ബാക്ക് ടു യുവർ പോയിന്റ് ജാസ്മിൻ, ഈ പറഞ്ഞ പോലെ ഇന്ത്യ ചൈന തമ്മിലുള്ള മഞ്ഞുരുകുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ വിശ്വസിക്കുന്നു, അതായത് ഇന്ത്യയിൽ ഒരു പുതിയൊരു സെക്ടർ ഇന്ത്യൻ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ഇല്ലായിരുന്നു. ആ ഒരു അഭാവമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഒരു പ്രോബ്ലം. അതിൻ്റെ കൂടെ ഒരു വാല്യുവേഷൻ കൺസേണും കൂടെ ഉണ്ടായിരുന്നു. ആ വാല്യുവേഷൻ കൺസേൺ കുറേയൊക്കെ ഒന്ന് മിനിമൈസ് ചെയ്തിട്ടുണ്ട്. അതിന് ടൈം കറക്ഷൻ നടന്നു, പ്രൈസ് കറക്ഷൻ നടന്നു. കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബറിൽ നടന്ന കറക്ഷൻ ഏതാണ്ട് ഒരു കൊല്ലത്തോളം ടൈം കറക്ഷൻ നടന്നു. അതിൻ്റെ ഇടയിൽ പല സ്റ്റോക്കുകളും പല സെക്ടറും നല്ല രീതിയിൽ പ്രൈസ് കറക്ഷൻ നടന്നു. ഇപ്പോൾ ഡിഫൻസ് സ്റ്റോക്കൊക്കെ ലാസ്റ്റ് ഒരു കൊല്ലമൊക്കെ അണ്ടർ പെർഫോമർ അല്ലെങ്കിൽ നോട്ട് എ ഗുഡ് പെർഫോമർ എന്നുള്ള രീതിയിലേക്ക് പറയാം. എവിടെയൊക്കെ എക്സസസുകളുണ്ടോ അതിൻ്റെ ഫ്ലാബൊക്കെ അടിച്ച് തീർത്ത് ഒരു മീൻ റിവേർഷൻ പ്രോസസ്സിൽ കൂടെ വന്നു. ഇനി ഇവിടുന്ന് ഇന്ത്യൻ മാർക്കറ്റ് മൂവ് ചെയ്യണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പല സെക്ടറും പല സ്റ്റോക്സും ഓവർ വാല്യൂഡ് ആണെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രോത്ത് എക്സ്പെക്ടേഷൻസും അതിൻ്റെ എക്സിസ്റ്റിംഗ് ഫിനാൻഷ്യൽസും എക്സിസ്റ്റിംഗ് വാല്യുവേഷൻസും വെച്ചിട്ട് അതിന് പുതിയ ട്രിഗർ ഒന്നും നമ്മൾ കാണുന്നില്ല. അപ്പോൾ പുതിയ ഒരു ട്രിഗർ ഇല്ലാതെ ഈ ഹയർ വാല്യുവേഷനിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സും സെക്ടേഴ്സും എങ്ങനെ മൂവ് ചെയ്യും എന്നുള്ളൊരു സംശയമായിരുന്നു നമുക്ക്. ഇപ്പം അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ചൈനയായിട്ടുള്ള മഞ്ഞുരുകൽ കാരണം നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസ് ചൈനയിൽ നിന്ന് ആക്സസിബിലിറ്റി കിട്ടും എന്നുള്ള. ഒന്നിപ്പോൾ ഫെർട്ടിലൈസേഴ്സ് നമ്മൾ റെയർ എർത്ത് മാഗ്നറ്റ്സും പറഞ്ഞു, അതുമല്ല ചൈനയായിട്ട് നല്ല റിലേഷൻഷിപ്പ് വരുന്നു എന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ന്യൂ വേജ് ടെക്നോളജി സെക്ടേഴ്സാണ്. ഈ ന്യൂ വേജ് ടെക്നോളജി സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ
ഇലക്ട്രിക് വെഹിക്കിൾസ് മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ ഈ നമ്മുടെ IT പാക്കിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനികൾ ഉണ്ട് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ മാറ്റി വയ്ക്കേണ്ട കാര്യമൊന്നുമില്ല. ഇൻഫോസിസ്, TCS, വിപ്രോ, HCL ടെക്, ഫോർജ്, പെർസിസ്റ്റൻറ്റ് സിസ്റ്റംസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ അവരെ AI കേപ്പബിലിറ്റീസ്, ടെക് മഹീന്ദ്രയൊക്കെ നല്ല രീതിയിൽ ഉയർത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ IT പാക്കിൽ സോഫ്റ്റ്വെയർ സർവീസസ് ആൻഡ് സോഫ്റ്റ്വെയർ മെയിൻ്റനൻസ് മാറി അതിനകത്ത് തന്നെയുള്ള ലാർജർ കമ്പനീസിൻ്റെ AI കേപ്പബിലിറ്റീസ് ഇനി ഉയർന്ന് മുന്നോട്ട് വരാം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. രണ്ടാമത് ഇലക്ട്രിക് വെഹിക്കിൾസിൽ പ്യുവർ പ്ലേ ഇലക്ട്രിക് വെഹിക്കിളായ ഓല ഇപ്പോൾ 2 ദിവസം കൊണ്ട് എത്ര ശതമാനം കയറി, ഏതാണ്ട് 20% കയറി എന്നുള്ളത് നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതേപോലെയുള്ള കമ്പനിക്ക് ബെനിഫിറ്റ് ആയിട്ട് വരാം. അതുപോലെ ഈ ഡിഫൻസ് പ്രോഡക്ട്സിലൊക്കെ ഒരുപാട് സെൻസേഴ്സ് ശരിക്കും പറഞ്ഞാൽ ഈ റെയർ എർത്ത് മാഗ്നറ്റ്സ് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ടെന്നുള്ള, അപ്പോൾ ആ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഡിഫൻസ് കമ്പനീസിന് ചിലപ്പോൾ ബെനിഫിറ്റ് ചെയ്ത് വന്നേക്കാം. പിന്നെ അത് കൂടാതെ തന്നെ ഈ പറയുന്ന പോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ റെയർ എർത്ത് മാഗ്നറ്റും റെയർ എർത്ത് മിനറൽസും ഉപയോഗിക്കുന്ന സാധനങ്ങൾ വളരെ വലിയ വേരിയഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് സോളാർ എനർജി, അതിലൊക്കെ ഭയങ്കര വലിയ രീതിയിലും മിലിറ്ററി എക്യുപ്മെൻറ്റ്സിലും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെന്നില്ല. അപ്പം ഇങ്ങനത്തെ കുറച്ച് സെക്ടേഴ്സ്, അതായത് IT പാക്കിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ കമ്പനീസ്, അതുകൂടാതെ ഇലക്ട്രിക് വെഹിക്കിൾസ് കമ്പനീസ്, സോളാർ പവർ ജനറേറ്റ് ചെയ്യുന്ന കമ്പനീസ്, ഡിഫൻസ് കമ്പനീസ്, സെമി കണ്ടക്ടറിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന കമ്പനി, ഇപ്പോൾ കെയ്ൻസ് ടെക്നോളജീസ്, ലാർസൻ ആൻഡ് ടബ്രോ ഒക്കെ ഒരുപാട് അതിലേക്ക് ഇറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. അതുപോലെ CG പവർ അല്ലേ, CG പവറൊക്കെ അതിനകത്ത് ഇറങ്ങുന്നു എന്ന് പറഞ്ഞല്ലോ. ആ കാറ്റഗറി, ഡേറ്റാ സെൻറ്റേഴ്സിൻ്റെ കാറ്റഗറി, ക്ലൗഡ് സിസ്റ്റംസിൻ്റെ കാറ്റഗറി, E2E നെറ്റ്വർക്ക്സ് എന്നെങ്ങാണ്ടല്ലോ ഒരു കമ്പനിയിൽ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്റ്റേക്ക് ലാർസൻ ആൻഡ് ടബ്രോ എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ വക കാര്യങ്ങൾ, പിന്നെ ലാർസൻ ആൻഡ് ടബ്രോ ഉണ്ടായിരുന്ന ബിസിനസ് പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ബിസിനസ്സിൽ ഏറ്റവും മണി സ്പിന്നിങ് ആയിട്ട് തരുന്ന 60%, 70% റവന്യൂ തരുന്ന EPC സെഗ്മെൻറ്റ് അങ്ങനെ തന്നെ വെച്ചിട്ട് അവർ ആവശ്യമില്ലാത്ത സെഗ്മെൻറ്റ് കളഞ്ഞിട്ട് അവരും ഒരു ട്രാൻസിഷൻ ന്യൂ ഏജിലേക്ക്, സെമി കണ്ടക്ടറിലേക്കും ഡേറ്റാ സെൻറ്ററിലേക്കും കടന്നിരിക്കുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ ഈ വക ഒരു ഷിഫ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ലാർജറായിട്ടൊരു ഡൗട്ടുണ്ട്. ഇനി ഇവിടേക്കായിരിക്കും ഒരു വാല്യുവേഷൻ റീറേറ്റിംഗ് മാർക്കറ്റിൽ നടക്കുന്നത്, ഇവിടേക്കായിരിക്കും FIയുടെ ന്യൂ മണി വരുന്നത്. Too early to stay, but even then ഈ പറയുന്ന പോലെ I am sticking my neck out and I am watching that sector very closely എന്നുള്ളത് പറഞ്ഞു വെക്കുന്നു. ജാസ്മിൻ, നമ്മൾ ഈ പറഞ്ഞ ഒരു സ്റ്റോക്കും റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ അല്ല, നമ്മൾ അക്കാഡമിക് പർപ്പസിന് മാത്രമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളും നിങ്ങൾ എടുക്കേണ്ട കാര്യമില്ല. നമ്മളും ചിലപ്പോൾ തെറ്റായിരിക്കാം, പറയുന്ന ഒരുപാട് കാര്യങ്ങൾ തെറ്റാവുന്ന മനുഷ്യരാണ് നമ്മൾ. വളരെ ഇൻസിഗ്നിഫിക്കൻ്റ് ആയിട്ട് വളരെ സ്മോൾ പേഴ്സൺസ് ആണ്. എങ്കിലും നമ്മുടെ ആ ഒരു 25 കൊല്ലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്ക് കാണുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് നിങ്ങളുടെ മുന്നിൽ നമ്മൾ ഷെയർ ചെയ്യുന്നത് മാത്രം ഓട്ട് ചെയ്യുക. ഏതായാലും ഇന്നത്തെ ഒരു ഓപ്പണിംഗ് ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സും അനാലിസിസും ഒക്കെ ആയിട്ട് വരുന്ന മണിക്കൂറിൽ ഞങ്ങളുടെ റിസർച്ച് ടീം നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. സ്റ്റേ ട്യൂൺ.